അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം സൗദി അറേബ്യയുടെ വർഷങ്ങളായിട്ടുള്ള മുഫ്തിയായിരുന്ന ദീനിൻ്റെ കാര്യങ്ങളിൽ അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടുപോയിരുന്ന അൽ-അലാമ അഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് റഹിമഹുല്ല മരണപ്പെട്ട വിവരം സോഷ്യൽ മീഡിയകളിൽ കൂടെയും മറ്റുള്ള വാർത്താ മാധ്യമങ്ങളിൽ കൂടെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും ഒരു പണ്ഡിതൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പരിഹരിച്ച് കൊണ്ടുവരാൻ കഴിയാത്ത വലിയൊരു വിപത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും ഇതുപോലത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണങ്ങളായിക്കൊണ്ട് പറഞ്ഞ പണ്ഡിതന്മാർ മരണപ്പെട്ടു പോകുന്ന അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഹദീസുകളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടതാണ്. ഇന്ന് ഈ വിഷയവുമായി പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന ആ പരസ്യത്തിൽ സൗദി അറേബ്യയുടെ ചരിത്രത്തിലെ മൂന്നാമത്തെ മുഫ്തി എന്നുള്ള ആ ഒരു വിഷയം, അതാണ് അതിൻ്റെ തലക്കെട്ട് തലവാചകമായി കൊണ്ട് നിങ്ങൾ കേട്ടിരിക്കുക, കണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും നമ്മൾ സൗദി അറേബ്യയിലുള്ള ഒരു മുഫ്തിയെക്കുറിച്ച് പറയുമ്പോൾ ആ രാജ്യത്തെക്കുറിച്ചും ചെറിയ നിലക്കൊന്ന് അറിയുന്നത് നല്ലതായിരിക്കും, നാം അറിയേണ്ടതാണ് താനും. ഞാൻ യഥാർത്ഥത്തിലൊരു സൗദിയല്ല, അത് ഞാൻ തുടക്കത്തിൽ പറയേണ്ട ആവശ്യവുമില്ല. പക്ഷേ വലാകിന്നി ഉഹിബ്ബു സഊദിയ, ഞാൻ ആ രാജ്യത്തെയും അവിടെയുള്ള ഭരണാധികാരികളെയും അവിടെയുള്ള പണ്ഡിതന്മാരെയും അവിടെയുള്ള സാധാരണക്കാരെയും ആ മണ്ണിനെയും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. ഇൻഷാ അല്ലാഹ് മരണം വരെ ആ ഒരു സ്നേഹം ബന്ധം എൻ്റെ മനസ്സിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവിടുത്തെ സ്വർണത്തിൻ്റെ പളപളപ്പ് കണ്ടോ, സമ്പത്തിൻ്റെ ആധിക്യം കണ്ടോ, അതല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും കണ്ടതുകൊണ്ടല്ല ഞാൻ ആ രാജ്യത്തെ സ്നേഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരുപാട് ഗൾഫ് രാജ്യങ്ങളും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളുമൊക്കെ ഭൗതികമായി മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. താനും ഞാൻ ആ രാജ്യത്തെയും ആ രാജ്യക്കാരെയും സ്നേഹിക്കുന്നത് ലിഅന്നഹ ബിലാദു തൗഹീദി വസുന്ന, തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും കോട്ടയാണ്, അതിൻ്റെ ഇറ്റില്ലമാണ്, അതിൻ്റെ രാജ്യമാണ് എന്നതുകൊണ്ടാണ്. വബിലാദുൽ ഉലമാ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ധാരാളമുള്ള രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. അവരെ കഴിച്ചേ മറ്റ് ലോകത്തുള്ള ഏതൊരു രാജ്യത്തിനും ഈ പറയുന്നത് അവകാശപ്പെടാൻ അർഹതയുള്ളൂ. വഫീഹാ നസലൽ വഹ്യു, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം വഹ്യ് നൽകിയപ്പെട്ടത് ഇറങ്ങിയത് ആ മണ്ണിൽ വെച്ചാണ്. വബലദു അഷ്റഫിൽ ഖൽഖി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ചതും വഫാത്തായതും ആ മണ്ണിൽ വെച്ചാണ്. വഫീഹ കഅബത്തുൽ മുസ്ലിമീൻ, ലോകത്തുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും 5 വക്ത് നിസ്കാരത്തിന് ഫർളായ മറ്റു സുന്നത്തായ ഇബാദത്തുകൾക്ക് അതല്ലാത്ത അവർക്കുള്ള ദുആകളിൽക്കും ഖുർആൻ പാരായണത്തിനും അവരുടെ ഇൽമു തേടുന്ന ഇൽമു പഠിപ്പിക്കുന്ന ദഅവത്തിനും മറ്റു പലതിനും അവർ മുന്നിട്ടിരിക്കുന്ന കഅബത്തുൽ മുശറഫ, പവിത്രമായ അള്ളാഹുവിൻ്റെ ആ ഭവനം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. ഏറ്റവും പവിത്രമായ പള്ളികൾ, അതിൽപ്പെട്ട 2 പള്ളികൾ സ്ഥിതി ചെയ്യുന്നത് ആ മണ്ണിലാണ്. തെറ്റുകളില്ലേ സൗദി അറേബ്യയിൽ? സൗദി അറേബ്യയിൽ ഒരുപാട് പോരായ്മകളും വീഴ്ചകളുമില്ലേ? സൗദിയുടെ കുറ്റം പിടിക്കുന്ന ആളുകളാണെന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും ചെന്ന് നോക്കിയാൽ കാണുന്ന ധാരാളം മുസ്ലിമീങ്ങൾ. സൗദിയിൽ കുറ്റങ്ങളില്ലേ? സൗദിയിൽ തെറ്റുകളുണ്ട്. അവരാരും ഞങ്ങൾ പരിപൂർണനാണ് എന്ന് അവകാശപ്പെടുന്നില്ല. അവിടുത്തെ ഭരണാധികാരികൾ അത് അവകാശപ്പെടുന്നില്ല. അവിടുത്തെ പണ്ഡിതന്മാരും സാധാരണക്കാരും ഞങ്ങൾ കുറ്റവിമുക്തരാണ്, 100% തികഞ്ഞവരാണ് എന്ന് അവരാരും അവകാശപ്പെടുന്നില്ല. സൗദിയെ ആക്ഷേപിക്കുന്ന, അവിടുത്തെ കുറ്റങ്ങൾ കാണുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും എൻ്റെ മുന്നിൽ വരുന്ന എനിക്ക് അവനോട് ചോദിക്കാനുള്ളത്, നിന്റെ വീട്ടിൽ തെറ്റുകളില്ലേ? നിന്റെ വീട് പരിശുദ്ധമായ പവിത്രമായ ഇസ്ലാമിൻ്റെ സുന്ദരമായ അധ്യാപനങ്ങളിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന ഭവനമാണോ നീ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്? നിന്റെ മക്കളിലും കുടുംബത്തിലുമില്ലേ? നിന്റെ ഹൃദയത്തിൽ വൃത്തികേടുകളില്ലേ? സൗദി അറേബ്യയുടെ കുറ്റം പിടിക്കുന്ന ഓരോ വ്യക്തിയോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിനക്ക് മാത്രം അള്ളാഹുവിനെ കഴിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഹൃദയത്തിൽ വൃത്തികേടുകളില്ലേ? അതെങ്ങാനും അള്ളാഹു സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു വച്ചാൽ തല ഉയർത്തി നടക്കാൻ എനിക്ക് സാധ്യമല്ലാത്ത നിലക്കുള്ള അഴുക്കുകളും വൃത്തികേടുകളും നീചതയും നിന്റെ മനസ്സിലില്ലേ? എന്താ നിനക്കത് ശരിയാക്കിയാൽ? എന്താ നിനക്കത് തിരുത്തിയാൽ? അള്ളാഹുവിനെ കഴിച്ച് ഒരു വ്യക്തിക്ക് അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവനെ അറിയുള്ളൂ, അവനെ അത് തിരുത്താനും കഴിയുള്ളൂ. ഈ ലോകത്തിന് ഈ ആളുകളുടെ മുന്നിൽ അഭിമാനത്തോടു കൂടെ ജീവിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ആ മറ കാരണം. ഖിയാമത്ത് നാളിൽ വരുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിലുള്ള ഈ ദുഷിപ്പ് കാരണം ലോകത്തുള്ള സകല സൃഷ്ടികളുടെ മുന്നിൽ അവഹേളിതനാകുമാർ വൃത്തികേട് പേറിക്കൊണ്ടല്ലേ മനുഷ്യ നീ നടക്കുന്നത്. നീ അത് തിരുത്തിയിട്ട് വാ മറ്റുള്ള ആളുകളെ നന്നാക്കാൻ, കുറ്റം പിടിക്കാൻ. എനിക്ക് പറയാനുള്ളത് അങ്ങനത്തെ ആളുകളോട് അതുമാത്രമാണ്. സൗദി അറേബ്യ തൗഹീദിൻ്റെ രാജ്യമാണ്.
തൗഹീദിന്റെ വിരുദ്ധമായ ശിർക്ക് മറ്റ് രാജ്യങ്ങളിൽ കാണുന്നത് പോലെ, മുസ്ലിം രാജ്യങ്ങളിലും അല്ലാത്ത രാജ്യങ്ങളിൽ കാണുന്നത് പോലെ ആ നാട്ടിൽ കാണാൻ കഴിയൂല. പരസ്യമായിട്ട് അതിൻ്റെ ആളുകൾക്ക് അവിടെ നടക്കാനും കഴിയൂല. ആ പറയുന്ന സൗദി അറേബ്യ സുന്നത്തിന്റെ രാജ്യമാണ്. അതിൻ്റെ വിരുദ്ധമായ ബിദ്അത്ത് മറ്റ് രാജ്യങ്ങളിൽ കാണുന്നത് പോലെ സൗദി അറേബ്യയിൽ കാണാൻ കഴിയൂല. സൗദി അറേബ്യ പ്രവാചകനെ മാതൃകയാക്കി ജീവിക്കുന്ന രാജ്യമാണ്. മറ്റ് രാജ്യങ്ങളിലുള്ളതുപോലെ ആ പ്രവാചകന് വിരുദ്ധമായ അനാചാരങ്ങൾ സൗദി അറേബ്യയിൽ കാണാൻ കഴിയൂല. സൗദി അറേബ്യനെ അതുകൊണ്ട് തന്നെ ഏതൊരു മുസ്ലിമാണെങ്കിലും അവനതിനെ സ്നേഹിക്കും. അത് സ്നേഹിക്കൽ അനിവാര്യമാണ് താനും. ഈ പറയുന്ന നന്മകൾ, അതിലുള്ള ഈ നന്മകൾ അവൻ കാണുമ്പോൾ, അറിയുമ്പോൾ സൗദി അറേബ്യനെ സ്നേഹിക്കാതിരിക്കാൻ ഒരു മുവഹിദായ, സുന്നത്തിനെ ഇഷ്ടമുള്ള, തൗഹീദിനെ ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക് ആ രാജ്യത്തെ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യമല്ല താനും. ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ ചെന്ന് നോക്കിയാലും മുസ്ലിം രാജ്യങ്ങളിലും മറ്റുള്ള മുസ്ലിമീങ്ങളല്ലാത്ത രാജ്യങ്ങളിലും എത്രയോ ദർഗകളും ജാറങ്ങളും ഷിർക്കിന്റെ ലക്ഷണങ്ങളും ചിഹ്നങ്ങളും അതിൻ്റെ ആളുകളും പരസ്യമായി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്നു. സൗദി അറേബ്യയിൽ ആ കാര്യങ്ങൾ നടക്കുകയില്ല. ലാ യുജദ് ഫിഹാ കനീസത്തുൻ യുസല്ലസു ഫിഹാ റബ്ബുസ് സമാവാതി വൽ അർള്. ഈ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവും അവന്റെ ഇണയും അവന്റെ സന്താനങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് സാലിസു സലാസത്തിൻ ഈസബിനുല്ലാ എന്ന് പറയുന്ന അങ്ങനത്തെ ആചാരങ്ങൾ, ആദർശമുള്ള ഏതെങ്കിലും ചർച്ചുകൾ സൗദി അറേബ്യയിലില്ല. അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്ന ഷിർക്കിന്റെ ഏതെങ്കിലും ചിഹ്നങ്ങൾ, സ്ഥാപനങ്ങൾ ഏത് വിധേനയുള്ളതാണെങ്കിലും സൗദി അറേബ്യയിൽ അങ്ങനത്തെ ഒരു സ്ഥാപനങ്ങളുമില്ല. സൂര്യനെ ചന്ദ്രനെ ആരാധിക്കുന്നവരോ, പശുവിനെയും കുരങ്ങിനെയും ആരാധിക്കുന്നവരോ, പട്ടിയെയും പാമ്പിനെയും ആരാധിക്കുന്നവരോ, അതല്ലെങ്കിൽ പുണ്യപുരുഷന്മാരാണ്, സ്ത്രീകളാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് ആരാധന നൽകുന്ന സംവിധാനങ്ങൾ സൗദി അറേബ്യയിലില്ല. അല്ലാമ അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, ആലു സഊദിൻ ജസാഹുമുല്ലാഹു ഖൈറ. സൗദി അറേബ്യ എന്ന് പറയുന്നത് ആലു സഊദി എന്ന് പറയുന്ന ആ കുടുംബത്തിലേക്ക് ചേർത്തുകൊണ്ടാണ്. ആ രാജ്യത്തെ കെട്ടിപ്പടുത്തതും അതിനെ ഈ നിലയ്ക്ക് ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഭൗതികമായി ദുന്യവിയായ സംവിധാനങ്ങളിൽ കൂടെ, ദീനിന്റെ ഈ പറയുന്ന ചിഹ്നങ്ങളിൽ കൂടെ ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാമത് ഞങ്ങളാണ് എന്ന് പറയാൻ അവകാശമുള്ള നിലക്ക് ആ മരുപ്രദേശത്തെ വളർത്തി വികസിപ്പിച്ച് വലുതാക്കി കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള വിയർപ്പ്, അധ്വാനങ്ങൾ ആലു സഊദ് കുടുംബത്തിനാണ്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ജസാഹുമുല്ലാഹു ഖൈറ, ജസാഹുമുല്ലാഹു ഖൈറ. നസറു ഹാദിഹി ദഅവ, ദഅവത്തു തൗഹീദിനെ അവർ സഹായിച്ചു. ഹഉലാഇ ലഹുൽ യദു തൂല ഫീ നസ്രി ഹാദൽ ഹഖ്. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ഈ തൗഹീദിനെ സഹായിക്കുന്ന വിഷയത്തിൽ വളരെ ദീർഘമായ നീണ്ടു നിൽക്കുന്ന കൈ അത് അവർക്കാണുള്ളത്. ജസാഹുമുല്ലാഹു ഖൈറൻ. വീണ്ടും സാഅദു വനസറു, അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും അവന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങളെയും അവർ സഹായിച്ചു. ഫൽവാജിബു മഹബ്ബത്തുഹും ഫില്ലാ, ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയുള്ള ഏതൊരു മുസ്ലിമാണെങ്കിലും അള്ളാഹുവിലായിക്കൊണ്ട് ആ രാജ്യക്കാരെ സ്നേഹിക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ സഹായികളാണ് അവർ എന്നതുകൊണ്ട്. വദ്ദുആഉ ലഹും ബിത്തൗഫീഖ്, ഇനിയും അള്ളാഹുവിന്റെ ദീനിന്റെ സഹായികളായി അവർ നിലനിൽക്കട്ടെ, അള്ളാഹു അവർക്ക് സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ദുആ ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. മഹബ്ബത്തുഹും ഫില്ല, അവരോടുള്ള സ്നേഹം അള്ളാഹുവിലുള്ളതാണ്, അതല്ലാതെ ദുനിയാവിന്റെ പേരിലല്ല. അൽ അദാഉ ലിഹാദിഹി ദൗലത്തി അദാഉ ലിൽ ഹഖ്, ആ രാജ്യത്തിനോടും രാജ്യക്കാരോടും ശത്രുത വെച്ച് പുലർത്തുന്ന യവനാണെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള ധാരാളം ആളുകൾ അവിടുത്തെ ആ സമ്പത്തിനെ സ്നേഹിക്കുന്നവർ, അവിടുത്തെ തൊഴിലിനെയും കച്ചവടത്തിനെയും സ്നേഹിക്കുന്നവർ, രാജ്യത്തിനോടും ആ ഭരണാധികാരികളോടും പണ്ഡിതന്മാരോടും വെറുപ്പ്. ഇത്ര നന്ദി കെട്ട മനുഷ്യന്മാർ. ഇവരും ഇവരുടെ കുഞ്ഞുങ്ങളും വിശാലമായി സുഭിക്ഷമായി വയറ് നടക്കുന്നതും സമ്പത്തിൽ കടന്ന് മതിമറന്ന് ആഹ്ലാദിക്കുന്നതും ആറാടുന്നതും ആ സൗദിയിൽ നിന്ന് കൊണ്ടുവരുന്ന സമ്പത്ത് കൊണ്ടാണ്. എന്നിട്ടുകൂടി ആ നാട്ടിനെക്കുറിച്ചും അവിടുത്തെ ഭരണാധികാരികളെയും പണ്ഡിതന്മാരെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ മനുഷ്യന്മാർ, ഇത്ര നന്ദി കെട്ട ആളുകൾ ലോകത്ത്. ആ പറയുന്ന രാജ്യത്തിനോടുള്ള ശത്രുത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് സത്യത്തോടുള്ള ശത്രുതയാണ്. അദാ ഉല്ലി തൗഹീദ്, തൗഹീദിനോടുള്ള ശത്രുതയാണ്, സുന്നത്തിനോടുള്ള ശത്രുതയാണ്. അയ്യുദൗലത്തിൻ തഖൂമു ബിത്തൗഹീദിൽ ആന മിൻ ഹൗലിന, ഇന്ന് നമ്മുടെ ചുറ്റുപാടത്ത് ഇബ്നു ബാസ് പറയാണ്, സൗദി അറേബ്യയുടെ ചുറ്റുപാടത്ത് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. അറബി ഭാഷ സംസാരിക്കുന്നവർ അല്ലാത്തവരുമുണ്ട്. എവിടെയാണ് ഈ തൗഹീദുമായി ഇത്തര ഭംഗിയായിട്ട് നിലനിന്ന് പോകുന്ന രാജ്യമുള്ളത്? മിസ്റുണ്ടോ, ഷാമുണ്ടോ, ഇറാഖുണ്ടോ, അതല്ലെങ്കിൽ മറ്റ് ഏഷ്യ രാജ്യങ്ങളോ, യൂറോപ്യൻ രാജ്യങ്ങളോ, അമേരിക്കൻ രാജ്യങ്ങളോ? ഈ ഭൂമിയിൽ വേറെ രാജ്യം എവിടെയാണുള്ളത്? മൻ യദ്ഉ ഇല തൗഹീദിൽ ആൻ, തൗഹീദിലേക്ക് പ്രബോധനം നടത്തുന്ന, വയഹ്കുമു ശരീഅത്തല്ലാഹ്, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് വിധി നടപ്പാക്കുന്ന, വയഹ്ദിമുൽ ഖുബൂർ അല്ലത്തി തുഅബദു മിൻ ദൂനില്ല, അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ജാറദർഗകളെ പൊളിച്ചുകൊണ്ട് പ്രവാചകന്റെ അധ്യാപനങ്ങൾ കൃത്യമായി പാലിക്കുന്ന എവിടെ ഏത് രാജ്യമുണ്ട്? ഐനഹും മൻ, ആരാണുള്ളത്? എവിടെയാണ് ഇങ്ങനത്തെ രാജ്യക്കാരും നാട്ടുകാരുമുള്ളത്? ഐനദ്ദൗലത്തുല്ലത്തി തഖൂമു ബിഹാദിഹി ശരിയ, അല്ലാഹുവിന്റെ ഈ ദീനുമായി നിന്നുപോകുന്ന ഏതെങ്കിലും ഒരു രാജ്യം എവിടെയാണ്? വൈറു ഹാദിഹി ദൗല, ഈ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യമല്ലാതെ. അസ്അലുല്ലാഹ ലനാ വലഹും അൽ ഹിദായത വത്തൗഫീഖ്, ഞാൻ നമുക്കും ഈ രാജ്യക്കാർക്കും ഭരണാധികാരികളും പണ്ഡിതന്മാരുമായ അവർക്കും
മറ്റുള്ള മുസ്ലിമീങ്ങൾക്കും സന്മാർഗവും അള്ളാഹുവിൻ്റെ സഹായവും നന്മയും ഞാൻ അള്ളാഹുവിനോട് തേടുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ ഭരണാധികാരികൾ അള്ളാഹു സഹായിക്കട്ടെ എന്ന് ഞാൻ അവനോട് തേടുന്നു. അല്ലാമ നാസിറുദ്ദീൻ അൽബാനി, അദ്ദേഹം സൗദിയല്ല, അദ്ദേഹം യൂറോപ്പിൽ നിന്ന് വന്ന് സിറിയയിൽ വന്ന് ജീവിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തും ദഅവത്ത് നടത്തി ജോർദാനിൽ പോയി മരണപ്പെട്ട് കിടക്കുന്ന പണ്ഡിതനാണ് നാസിറുദ്ദീൻ അൽബാനി. അദ്ദേഹം പറഞ്ഞു, അസ്അലുല്ലാഹ സുബ്ഹാനഹു വ തആല, ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു, അൻയുദീമൻ നിഅമത അലാ അർദിൽ ജസീറ, ഈ അറേബ്യൻ ഉപദ്വീപിൽ അള്ളാഹു നൽകിയ ആ അനുഗ്രഹം നിലനിന്ന് കാണട്ടെ. വഅലാ സായിരി ബിലാദിൽ മുസ്ലിമീൻ, മറ്റ് മുസ്ലിം രാജ്യങ്ങളിലും. വഅൻ യഹ്ഫള ദൗലത തൗഹീദ്, സൗദിയൂൻ, സൗദികളായ തൗഹീദിന്റെ ആ രാജ്യത്തെ പ്രത്യേകിച്ച് അള്ളാഹു അവന്റെ സംരക്ഷണത്തിൽ ഉൾപ്പെടുത്തട്ടെ. വഖുസൂസൻ അഹ്ലൽ ഇൽമി മിൻഹും, അവിടെയുള്ള പണ്ഡിതന്മാരെ പ്രത്യേകിച്ച്. ലാ യസാലൂന വലില്ലാഹിൽ ഹംദ്, അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അവിടെയുള്ള പണ്ഡിതന്മാർ മുഹ്തഫിളൂന ബിഅഖീദതിഹിം ഫി തൗഹീദ്, തൗഹീദിലുള്ള ആ വിശ്വാസം സൂക്ഷ്മമായി സംരക്ഷിച്ചുകൊണ്ട് അതിന്റെ കാവൽഭടന്മാരായി പോകുന്നവരാണ്. മറ്റൊരു സ്ഥലത്ത് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സൗദി അറേബ്യയിലുള്ള പ്രാഥമിക വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ, അൽ മദ്രസത്തുൽ ഇബ്തിദായിയയിൽ പഠിക്കുന്ന കുട്ടികൾ മറ്റ് മുസ്ലിം രാജ്യങ്ങളിലുള്ള മഹാ തലയെടുപ്പുള്ള പണ്ഡിതന്മാരിലേറെ എത്രയോ മേലെയാണ്. സൗദി അറേബ്യയിലുള്ള അവിടുത്തെ 1, 2, 3, 4, 5 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ മറ്റു പല രാജ്യങ്ങളിലുമുള്ള തലയെടുപ്പുള്ള വലിയ തലപ്പാവുമായി നടക്കുന്ന അഹങ്കാരത്തോടുകൂടെ നടക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരെ അപേക്ഷിച്ച് എത്രയോ മേലെയാണ്. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ആവേശത്തിൽ പറഞ്ഞതല്ല, ഒരു സത്യമാണ്. സൗദി അറേബ്യയിലുള്ള 1ാമത്തെ ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ടുപോയി ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്കൂളിൽ കൊണ്ടുപോയി മദ്രസയിൽ കൊണ്ടുപോയി ചേർത്താൽ അവർക്ക് വെറുതെ കൊടുക്കുന്ന, ഫ്രീ ആയിട്ട് ഒരു കാശ് ചെലവില്ലാതെ കൊടുക്കുന്ന പുസ്തകങ്ങൾ, എനിക്ക് എൻ്റെ കുട്ടികളെ കൊണ്ടുപോയി ചേർത്ത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം. അവർ കൊടുക്കുന്ന പുസ്തകത്തിൽ അൽ ഉസൂലു സലാസ എന്ന് പറയുന്ന അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അലിഫ് ബാത്ത എന്ന് പറയുന്ന അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഖുർആന്റെ ചെറിയ സൂറത്തുകൾ തജ്വീദ് അനുസരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതിനോടുകൂടെ സലാസത്തുൽ ഉസൂലിലുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് വെച്ച് പഠിക്കൽ നിർബന്ധമായി. അവൻ മരിച്ച് ഖബറിൽ ചെന്നാൽ ഏറ്റവും അവനോട് ചോദിക്കപ്പെടുന്ന ഈ 3 കാര്യങ്ങൾ, അതിന് ഉത്തരം പറഞ്ഞാലാണ് ആ മനുഷ്യന്റെ വിജയം. അതിൽ പരാജയപ്പെട്ടവൻ കാലാകാലം പരാജയപ്പെട്ടവനാണ്, കാലാകാലം പരാജയപ്പെട്ടവൻ. ആ ഉസൂല് സലാസയാണ് ഈ ചെറിയ കുട്ടിക്ക് 5ാമത്തെ വയസ്സിൽ 6ാമത്തെ വയസ്സിൽ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ലോകത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള വലിയ വലിയ അഹങ്കാരത്തോടുകൂടെ തലയെടുപ്പോടുകൂടെ നടക്കുന്ന അശ്അരി വിശ്വാസക്കാർ, മുഅ്തസിലി വിശ്വാസക്കാർ, ഇൽമുൽ കലാമിന്റെ ആളുകൾ, ഖുറാഫികൾ, സൂഫികൾ, തബ്ലീഗുകാർ, നമ്മുടെ നാട്ടിലുള്ള സമസ്ത എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ മുന്നിൽ കണ്ണും പൊടിയിട്ട് നടക്കുന്ന ഈ വലിയ തലക്കനമുള്ള ആളുകളോട് മർ റബ്ബുക എന്ന് ചോദിച്ചാൽ അതിന് ശരിക്കൊരു ഉത്തരം പറഞ്ഞു തരാൻ ഇവർക്ക് ഇന്നും സാധ്യമല്ല, മുമ്പും സാധിച്ചിട്ടുമില്ല. അത്രത്തോളം പരിതാപകരമാണ്. ഈ കുട്ടികൾ അതിനുള്ള കൃത്യമായ ഉത്തരങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പറഞ്ഞത്. അവിടെയുള്ള പണ്ഡിതന്മാർ ഈ തൗഹീദ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ അത്ര സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. മുഹാരിബീന ലിശ്ശിർക്കിയാത്തി വൽ വസനിയാത്ത്, വിഗ്രഹ ആരാധനയുടെ കാര്യങ്ങൾ, അതേപോലെ ഷിർക്കിയായ കാര്യങ്ങളോട് എന്നും അവർ സമരം പ്രഖ്യാപിച്ചവരാണ്. അല്ലത്തി മിൻഹൽ ഇസ്തിഗാസത്തു ബിഗൈരില്ലാഹി മിനൽ അംവാത്ത്, മരിച്ചുപോയ ആളുകളുടെ സഹായത്തിന് തേടലൊക്കെ ഷിർക്കിയായ കാര്യങ്ങളാണ്. അഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബി വ അത്ബാഉഹു, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും മക്കളും അനുയായികളും റഫഉ റായത തൗഹീദ് ഖഫാഖതൻ ഫി ബിലാദി നജ്ദിൻ വഗൈരിഹാ, തൗഹീദിന്റെ കൊടികൾ, അതിന്റെ ചിഹ്നങ്ങൾ നജ്ദിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലും അവർ അതിനെ ഉയർത്തി. ജസാഹുമുല്ലാഹു അനിൽ ഇസ്ലാമി ഖൈറ. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അദ്ദേഹം ആ നാട്ടുകാരനല്ല. അള്ളാഹു അവർക്ക് ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ഇത്തരം സേവനം ചെയ്തതിന് വമ്പിച്ച പ്രതിഫലം നൽകട്ടെ. അലമുഹും, സൗദികളുടെ കൊടി, ഹുവൽ അലമുൽ വഹീദു ഫി ദുനിയ, ഈ ലോകത്തുള്ള ഏക കൊടി അവരത് മാത്രമാണ്. അല്ലദീ യുക്തബു അലൈഹി ഇശാറത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ കൊടിയിൽ മാത്രമാണ്. ഹാദൽ അലമുല്ലദീ യുലവ്വിഹു ബിൽ ഈമാനി സ്വഹീഹ്, ഒരു മുസ്ലിമിന്റെ ശരിയായ വിശ്വാസം ഇന്നതാണ്, ശരിയായ തൗഹീദ് ഇന്നതാണ് എന്ന് ആ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഷഹാദത്തിന്റെ 2ാമത്തെ ഭാഗം, പ്രവാചകനോടുള്ള നമ്മുടെ കടമ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അലാ തറൗനഹും ഫിൽ മസാജിദി ഹുനാക യഅബുദൂനല്ലാഹ്, നിങ്ങൾ ചെന്ന് സൗദിയിൽ ചെന്നാൽ കണ്ടിട്ടില്ല പള്ളികളിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ. നമ്മുടെ നാടുകളിലുള്ള പള്ളികളിൽ കൂടെ ഒരാൾ പോയി കഴിഞ്ഞാൽ മരിച്ചുപോയവർക്ക് ഇബാദത്തുകളുണ്ട്, ഖുറാഫാത്തിന്റെ ചടങ്ങുകളും ചിഹ്നങ്ങളും ധാരാളമുണ്ട്. അവരങ്ങനെയല്ല. വയുഅദ്ദിനുൽ മുഅദ്ദിൻ, അവിടെയുള്ള ബാങ്ക് വിളിക്കുന്ന ആൾ ഈ പറയുന്ന തൗഹീദിന്റെ വചനങ്ങൾ ഉറക്കെ അവർ അത് വിളിച്ചു പറയുകയും ചെയ്യുന്നത്. മൻഹജുനാ ഖായിമുൻ അലാ ഇത്തിബാഇൽ കിതാബി വസുന്ന, അവർക്കുള്ള മാർഗം വഴി അവർ സ്വീകരിച്ചത് ഖുർആൻ സുന്നത്തിലൂടെ പിൻപറ്റുക എന്നുള്ളതാണ്. അലാ മാ കാന അലൈഹി സലഫുന സാലിഹ്, മുൻഗാമികളായ സഹാബത്തും താബിഈങ്ങളും താബിഉ താബികളായ ഉത്തമരായ 3 നൂറ്റാണ്ടിലുള്ള ആളുകൾ സ്വീകരിച്ച അതേ രൂപത്തിൽ.
വഅഅ്തഖിദ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന അന്നൽ ബിലാദ സഊദിയത ഇലൽ ആൻ, സൗദി രാജ്യം ഈ സമയം വരെ ലാ യസാലുൽ കസീറു മിൻ അഹ്ലിൽ ഇൽമി ഫീഹിം അലാ ഹാദാ, അവിടെയുള്ള ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും ഈ നിലപാടിലാണ്. ചുരുക്കം ചില സമൂഹത്തിൻ്റെ ഇടയിൽ വിലയും നിലയുമില്ലാത്ത ഒളിഞ്ഞും തെറിഞ്ഞും ഏതെങ്കിലും ചിലപ്പോൾ ഹിസ്ബികളോ ഇഖ്വാനികളോ ഉണ്ടാകാം. പക്ഷേ സമൂഹത്തിൽ അവർക്ക് യാതൊരു പ്രസക്തിയുമില്ല, യാതൊരു വിലയുമില്ല. അല്ലാമ അഹ്മദ് ബിൻ യഹ്യ നജ്മി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്ന ദൗലത്തന ദൗലത്തുൻ മുസ്ലിമ, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മുസ്ലിം രാജ്യമാണ്. തഹ്കുമു ശറഅ അല്ലാഹി ഫീ മഹാകിമിഹ, അതിൻ്റെ കോടതികളിൽ അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ചാണ് വിധി നടപ്പാക്കുന്നത്. വതുഖീമു ദീനല്ലാഹി ഫീ വാഖിഇഹ, അതിൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ദീനെ നിലനിർത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി പോലത്തെ ആളുകൾ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ദീനുൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ നിലനിർത്താൻ ഇഖാമത്തു ദൗലത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞു പോകും. സ്വന്തം ശരീരത്തിലും കുടുംബത്തിലും മനസ്സിൽ പോലും അവർക്ക് ആ പറയുന്ന ആദർശം നിലനിർത്താൻ സാധ്യവുമല്ലതാണ്. സൗദികൾ അങ്ങനെയല്ല. വതുഅല്ലിമു തൗഹീദ മിൻ അവ്വലി യൗമിഹ, ആ പറയുന്ന സൗദി രാജ്യം അതിൻ്റെ തുടക്കത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കുട്ടികൾ പഠനത്തിലേക്ക് വരുന്ന ആദ്യ സമയം മുതൽ തൗഹീദിനെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. വഖലത്ത് അലാ മലാഹിരി ശിർക്ക്, അതുപോലെ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വഖലത്ത് അലാ മലാഹിരി ശിർക്ക് ബി ജമീഇ സുൽത്താനിഹ, അതിൻ്റെ ആധിപത്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെ മുഴുവനും ശിർക്കിൻ്റെ ലക്ഷണങ്ങൾ മുഴുവനും അത് തകർത്ത് നശിപ്പിച്ചിരിക്കുന്നു. തുഖീമുസ്സല, അത് നിസ്കാരത്തിന് നിലനിർത്തുന്നു. വത്തുഖസ്സിസുൽ മുകാഫഅത്തിൽ ലിൽ അഇമ്മത്തി വൽ മുഅദ്ദിനീൻ, പള്ളിയിൽ ഇമാമ നിൽക്കുന്ന ആളുകൾ, ബാങ്ക് വിളിക്കുന്ന ആളുകൾ, ദീനിന്റെ ദഅവത്ത് നടത്തുന്ന ആളുകൾക്കുള്ള സഹകരണങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നു. വതഅമലു കുല്ല ഖൈറിൻ വമഅറൂഫ്, എല്ലാവിധ സേവനങ്ങളും നന്മയും ആ രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫിദ്ദാഖിലി വൽ ഖാരിജ്, ആ രാജ്യത്തിന്റെ ഉള്ളിലും പുറത്തും. ഇന്ന് ഫലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കുന്ന പല ആളുകൾക്കും സൗദി അറേബ്യ ഫലസ്തീനിന് വേണ്ടി ലോകത്തിന്റെ വലിയ വലിയ സ്റ്റേജുകളിൽ ചെന്ന് ശബ്ദിക്കുന്നത് പലപ്പോഴും അറിയുകയും, ഈ അടുത്ത് നമ്മൾ കേട്ട പല റിപ്പോർട്ടുകളും യൂറോപ്യൻ രാജ്യങ്ങൾ പലതും സൗദി അറേബ്യ മുന്നോട്ട് വച്ച ആ കാര്യങ്ങൾ, രണ്ട് രാജ്യം, ഒന്ന് ജൂതന്മാർക്കും ഒന്ന് മുസ്ലിമീങ്ങൾക്കും രണ്ട് രാജ്യം, ലോകത്തിൻ്റെ എല്ലാവിധ നേതൃത്വങ്ങളുടെയും പൂർണ്ണ അനുവാദ സമ്മതത്തോടുകൂടെ നടപ്പാക്കലാണ് സമാധാനത്തിലുള്ള ഏക മാർഗം എന്ന് പറഞ്ഞത് ഉൾക്കൊണ്ട് ലോകത്തുള്ള പല രാജ്യങ്ങളും യൂറോപ്പ് അടക്കമുള്ള പല രാജ്യങ്ങളിലുമുള്ള അവർ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് അംഗീകരിക്കുകയും സമ്മതിക്കുകയും വലിയ വലിയ സ്റ്റേജുകളിൽ വെച്ച് അവരത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തത് സൗദി അറേബ്യയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ സഹോദര രാജ്യം എന്നുള്ള നിലക്ക് അവർ ചെയ്യുന്നത് ഉള്ളിലും പുറത്തും. വലിൽ അഖല്ലിയാത്തിൽ മുസ്ലിമത്തി ഫി കുല്ലി മക്കാൻ, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ന്യൂനപക്ഷങ്ങളായ മുസ്ലിമീങ്ങളുണ്ടോ അവരുടെ ദീനിലും ദുന്യാവിലും ഇവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. وكذلك ما تقوم به الدولة من إصلاحات في المشاعر المقدسة, പരിശുദ്ധമായ പവിത്രമായ ഹജ്ജിന്റെ ആ സ്ഥലങ്ങളിൽ, മസ്ജിദുൽ ഹറാമിൽ, മസ്ജിദുൻ നബവിയിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ഉപകാരപ്രദമായ കാര്യങ്ങൾ. വസഹരിൻ അലാ മസ്ലഹത്തിൽ ഹജീജ്, ഹാജിമാരുടെ നന്മയ്ക്ക് വേണ്ടി അവിടുത്തെ ഭരണാധികാരികൾ ഉറക്കൊഴിക്കുന്നത്. വൽ മുഹാഫളത്തി അലൈഹിം, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണത്തിനു വേണ്ടി കാവൽ നിൽക്കുന്ന ഭരണാധികാരികൾ, അവരുടെ പട്ടാളക്കാർ, സൈന്യങ്ങൾ, അവരുടെ ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ. വഇർഷാദിഹിം, ഈ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ദീനിലും ദുനിയാവിലും അവർക്ക് വഴികാട്ടാൻ വേണ്ടി. വൽ മുഹാഫളത്തി അലാ സലാമത്തിഹിം, അവരുടെ സുരക്ഷ സംരക്ഷിക്കാൻ വേണ്ടി. ഇലാ ഗൈരി ദാലിക മിനൽ ഇസ്ലാഹ്, ഇതല്ലാത്ത ധാരാളം നന്മകൾ ഈ രാജ്യം ചെയ്യുന്നു. ഇന്ന ദൗലത വൽഹംദുലില്ലാഹി ദൗലത്തുൻ ആദില, സൗദി അറേബ്യ എന്ന് പറയുന്നതും ആ രാജ്യവും ഭരണകൂടവും നീതിയുക്തമായ ഒരു ഭരണകൂടമാണ്. വബിലാദുനാ മിൻ അഖ്സാഹ ഇലാ അഖ്സാഹ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മുടെ രാജ്യം, ഹറം, രണ്ട് ഹറമിന്റെ രാജ്യം, തഹ്തൽ ഹുക്മി സഊദി, സഊദി ഭരണകൂടത്തിന്റെ കീഴിലാണ്. തദീനു ബിൽ മൻഹജ് സലഫി മൻഹജ്, അതാണ് അവർ മാർഗവും വഴിയായി സ്വീകരിച്ചത്. ഹാക്കിമീൻ വ മഹ്കൂമീൻ, ഭരണാധികാരികൾ അങ്ങനെയാണ്, അവിടുത്തെ നാട്ടുകാരും അങ്ങനെയാണ്. തെറ്റും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറ്റപ്പെടുത്തുക എന്നുള്ളത്. ഈ നന്മകളൊന്നും കാണാൻ തയ്യാറാവാതെ ഹജ്ജിന് പോയ ആളുകൾക്ക്, ഉംറക്ക് പോയ ആളുകൾക്കറിയാം അവിടെ അവർ ചെയ്യുന്ന സേവനത്തിൻ്റെ ബാഹുല്യത, അതിൻ്റെ ആധിക്യം. ഇവിടുന്ന് ഹജ്ജിന് പോയ ആളുകൾക്കൊരു മുറുക്ക് വെള്ളത്തിനോ ഒരു നേരത്തെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാനോ, അറഫയിൽ പോയാലോ, മിനയിൽ പോയാലോ, മുസ്ദലിഫയിൽ പോയാലോ, മസ്ജിദുൽ ഹറാമിൻ്റെ, മസ്ജിദ് നബിയുടെ പരിസരത്ത് പോയാലോ, ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിനും നാൾ ഒരു മുറുക്ക് വെള്ളത്തിനോ ഒരു പിടി ഭക്ഷണത്തിനോ യാതൊരു പഞ്ഞവുമില്ലാതെ എവിടെയുണ്ട് ഇങ്ങനെ ലോകത്ത് ഇത്ര ലക്ഷക്കണക്കായ ആളുകൾ ഒരു സമയത്ത് ഒരുമിച്ച് കൂടുമ്പോൾ അവർക്കിതുപോലത്തെ സേവനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അഞ്ചാമത്തെ റുക്കനായ ഹജ്ജ് ഇത്ര സുന്ദരമായി നിർവഹിക്കാൻ വേണ്ടി, അതിന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭരണാധികാരികളെ തെരഞ്ഞെടുത്തു. അള്ളാഹു അവരുടെ കയ്യിൽ അധികാരം കൊടുത്ത് ഏൽപ്പിച്ചു എന്നുള്ളത്. അവർക്കത് ലഭിക്കുന്നതിൻ്റെ മുമ്പ്, സഊദി കുടുംബത്തിന് ലഭിക്കുന്നതിൻ്റെ മുമ്പ് തുർക്കികളായ ആളുകൾക്കും മറ്റ് പലർക്കും ഇത് ലഭിച്ചിരുന്നു. ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് അവരുടെ ജീവനും കൊണ്ട് സമ്പത്തും കൊണ്ട് സുരക്ഷിതരായി തിരിച്ചു വരാനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. ഇവിടുന്ന് പോയി എന്നുണ്ടെങ്കിൽ പിന്നീട് അവർ തിരിച്ചു വന്നാൽ വന്നു, കിട്ടിയാൽ കിട്ടി, ഇതായിരുന്നു അവസ്ഥ.
ഇന്ന് കാര്യം അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അഹ്മദ് നജ്മി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നന്മയുടെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും തോളോട് തോൾ ചേർന്നുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഇന്ന അഅദാ അൽ ഇസ്ലാമി യഗീദുഹും മാ യുശാഹിദൂന ഫീ ഹാദിഹിൽ ബിലാദ്, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇവിടെ കാണുന്ന ഈ നിഅമത്ത് കണ്ടിട്ട് അവരുടെ ഉറക്കം കെടുകയാണ്, അവരസൂയപ്പെടുത്തുകയാണ്. മിൻ നിഅമത്തിൻ, ഇവിടെ അള്ളാഹു അവന്റെ വിശാലമായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. വസ്തിഖറാരിൻ, ഇവിടെ സുരക്ഷയും സ്ഥിരതയുമുണ്ട്. വതആവുനിൻ വതസാഉദിൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണങ്ങളും സഹായങ്ങളുമുണ്ട്. വത്തിഫാഖി കലിമത്തിൻ, ഭരണാധികാരിയോടുകൂടെ പ്രജകളായ നാട്ടുകാരായ ആളുകളുടെ വാക്കിന്റെ അവരുടെ കലിമത്തിന്റെ ഒത്തൊരുമയുണ്ട്. വജ്തിമായിൻ ഷംലിൻ, ആളുകൾ എല്ലാവരും ഏകോദര സഹോദരന്മാരായ ഒത്തൊരുമയുണ്ട്. ഇന്ന ദാലിക ശജനൻ ഫീ നുഹൂരി അഅദാഇൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ചങ്കിലമുള്ളായിട്ട് ഇത് തറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യുഹാവിലൂന മിൻ കുല്ലി ഖരീബിൻ, എല്ലാവിധ മാർഗത്തിൽ കൂടെ അടുത്തും ദൂരെയുമുള്ള ആളുകളിൽ കൂടെ ഇത് തകർക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ ഒരു മുസ്ലിം ഇവരെ സ്നേഹിക്കാനല്ലാതെ, അവർക്ക് വേണ്ടി നന്മ കൊണ്ട് ദുആ ചെയ്യാനല്ലാതെ, അവർ ചെയ്യുന്ന നന്മക്ക് നന്ദി ചെയ്യാനല്ലാതെ ഒരിക്കലും ശത്രുപക്ഷത്ത് നിന്നുകൂടാ എന്നുള്ളതാണ് യഥാർത്ഥ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട്. പിന്നീട് പറയുകയാണെങ്കിൽ ചിലർ പറയും, ഭരണാധികാരി രാജാവല്ലേ, ഭരണകൂടല്ലേ. രാജഭരണകൂടം അള്ളാഹുവിന്റെ റസൂല് രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞ ഹദീസുകൾ നിങ്ങൾ പരിശോധിക്കണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളിൽ, ഒരു നിഴലും തണലുമില്ലാത്ത മഹ്ശറ ഭൂമിയിൽ വെച്ച് 7 കൂട്ടരാളുകൾക്ക് അള്ളാഹു നേരിട്ട് കൊടുക്കും. അതിൽപ്പെട്ട ഒരാൾ ഏറ്റവും ആദ്യം പ്രവാചകൻ എണ്ണിയത് ഇമാമുൻ ആദിലുൻ, നീതിയുക്തമായി ഭരണം നടത്തുന്ന ഭരണാധികാരി. നീതിയോടുകൂടെ ഭരണം നടത്തുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്ത് അള്ളാഹുവിന്റെ ആദരവുള്ളവനാണ്, പരലോകത്തും അള്ളാഹു ഇതുപോലെ ആദരിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, അസ്സുൽത്താനു ളില്ലുല്ലാഹി ഫിൽ അർദ്, ഭരണാധികാരി ഈ ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ നിഴലാണ് അള്ളാഹുവിന്റെ പ്രജകൾക്ക്, അടിമകൾക്ക്. യഥാർത്ഥ ഒരു ഭരണാധികാരി അള്ളാഹുവിന്റെ അടിമകൾക്ക് ഒരു പടുവൃക്ഷത്തിന്റെ നിഴല് പോലെ അവർക്ക് തണലിട്ട് കൊടുക്കുന്ന ഒരാളാണ്. ഫമൻ അക്റമഹു അക്റമഹുല്ലാ, ഭരണാധികാരി രാജാവിനെ, സുൽത്താനെ ഒരാൾ ബഹുമാനിച്ചാൽ അള്ളാഹു അവനെയും ബഹുമാനിക്കും. വമൻ അഹാനഹു അഹാനഹുല്ലാ, രാജാവിനെ എവനെങ്കിലും നിന്ദിച്ചാൽ, അവന്റെ എതിർപക്ഷത്ത് നിന്നാൽ ഈ വ്യക്തിയെ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്ദിച്ചു കളയും. നാസറുദ്ദീൻ അൽബാനിയൊക്കെ ഇത് ഹസനാണ്, സ്വീകാര്യോഗ്യമാണ് എന്ന് പറഞ്ഞ ഇബ്നു അബി ആസിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് സുന്നയിലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിന്റെ മറ്റൊരു രൂപത്തിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, അസ്സുൽത്താനു ളില്ലുല്ലാഹി ഫിൽ അർദ്, രാജാവ് അള്ളാഹുവിന്റെ നിഴലാണ് ഭൂമിയിൽ അവന്റെ അടിമകൾക്ക്. യഅ്വി ഇലൈഹി കുല്ലു ദഈഫിൻ വമൽഹൂ, ബലഹീനനായ, അറമുറ്റിയ, ഗതിമുട്ടിയ അള്ളാഹുവിന്റെ പ്രജകൾ രക്ഷക്കും സുരക്ഷയ്ക്കു വേണ്ടി ഭരണാധികാരികളെ സമീപിച്ചുകൊണ്ടിരിക്കും. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ആ പറഞ്ഞ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് യഥാർത്ഥ ഒരു ഭരണാധികാരി, ഒരു രാജാവ്, ഒരു മലിക്ക് അവന്റെ പ്രജകൾക്ക് എത്രത്തോളം നന്മയായിരിക്കും ചെയ്യുക, എത്രത്തോളം സുരക്ഷയാണ് വാഗ്ദാനം ചെയ്യുക, നൽകുക എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു പറഞ്ഞു, മൻ കരിഹ മിൻ അമീരിഹി ഷൈഅൻ ഫൽയസ്ബിർ, ഭരണാധികാരിയിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും വെറുപ്പുള്ള കാര്യങ്ങൾ വന്നു എന്നുണ്ടെങ്കിൽ അവൻ ക്ഷമിക്കാനാ തയ്യാറാവേണ്ടത്. ഫഇന്നഹു മൻ ഖറജ മിനസ് സുൽത്താനി ശിബ്റൻ മാത മീതതൻ ജാഹിലിയ, ഭരണാധികാരിക്ക് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരു ചാണൊരാളങ്ങട്ട് പിന്നോട്ട് വലിഞ്ഞാൽ, ഭരണാധികാരിയുടെ കൂടെ അനുസരിച്ച് നിൽക്കുന്നതിന് പകരം ഒരു ചാണ് ഒരാൾ പിന്നോട്ട് പോയാൽ മാത മീതതൻ ജാഹിലിയൻ, ഇസ്ലാമിന് വിരുദ്ധമായ ജാഹിലി മരണമായിരിക്കും ആ വ്യക്തിക്ക് ലഭിക്കുക. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ യഥാർത്ഥ ഇസ്ലാമിന്റെ, ദീനുൽ ഇസ്ലാമിന്റെ മൻഹജിലായ മാർഗത്തിലായ മരണം അവന് ലഭിക്കുകയില്ല. ഞാൻ ഇത്രയും കാര്യങ്ങൾ സൗദി അറേബ്യയെ കുറിച്ച് പറഞ്ഞു എന്ന് കരുതി എനിക്ക് അവിടുന്ന് എന്തെങ്കിലും വെറുതെ കിട്ടിയിട്ടല്ല. ഞാനവിടെ പോയി ജോലി ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെട്ട് അധ്വാനിച്ചതുകൊണ്ട് എനിക്ക് കൂലി കിട്ടി എന്നുള്ളതല്ലാതെ അവിടുത്തെ ഫണ്ടോ അവിടുത്തെ ആനുകൂല്യങ്ങളോ ലഭിച്ചത് കൊണ്ടൊരിക്കലുമല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിന് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ കാര്യങ്ങളിൽ ഇവർ കാണിക്കുന്ന കണിഷ്ഠതകൾ, സൂക്ഷ്മതകൾ, അത് കണ്ടതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ചില വിഷയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ചില നിലപാടുകളിൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി, അവരിൽ നിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂടി സത്യം ഇതാണ് എന്നുള്ളതാണ്. ഈ സൗദി ഭരണകൂടത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ആളുകൾ എടുത്ത സമീപനം എന്ന് പറയുന്നത് ഭരണാധികാരികളും അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിം തമ്മിലുള്ള തോളോട് ചേർന്ന് അവരുടെ രണ്ടു കൂട്ടരുടെയും കൈകൾ ഒരേ സമയത്ത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനും മുസ്ലിമീങ്ങൾക്കുള്ള രക്ഷക്കും സുരക്ഷയ്ക്കു വേണ്ടി അവർ മുന്നോട്ട് പോയി എന്നുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഇൽമും ദഅവത്ത് കൊണ്ട്
അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അധികാരവും ആയുധവും ഭരണം കൊണ്ട് ഈ പറയുന്ന അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സഹായികളായി കലിമത്ത് തൗഹീദിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർ മുന്നോട്ട് പോയി എന്നുള്ളത്. ലോകത്ത് എവിടെയാണെങ്കിലും, രാജ്യങ്ങളിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും ഈ പറയുന്ന ഉത്തമരായ ആളുകൾ ഖുലഫാ ഉർ റാഷിദുകളെ മാതൃകയാക്കിക്കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ മാതൃകയാക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ആ രാജ്യത്തിന് ലഭിച്ചതുപോലെ തന്നെ ഖൈറാത്തുകളും നിഅമത്തുകളും ഈ പറയുന്ന ആളുകൾക്ക് ലോകത്ത് ലഭിക്കാവുന്നതേയുള്ളൂ. അതിന് തടസ്സമായി നിൽക്കുന്ന സംവിധാനങ്ങളും കാര്യങ്ങളും എന്തു തന്നെയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മാറ്റി നല്ലൊരു അന്തരീക്ഷവും സംവിധാനവും ഒരുക്കി തരാവുന്നതുമേ ഉള്ളൂ. നമ്മൾ അതിവിദൂരമാണ് എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു നിമിഷം കൊണ്ട് മാറ്റിമറിക്കാൻ കഴിയും. നമ്മളൊരിക്കലും നടക്കുകയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് അള്ളാഹു അത് നടത്തി കാണിച്ചു തരികയും ചെയ്യും. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ദഅവത്തുമായി വരുന്ന സമയത്ത് സൗദി അറേബ്യയുടെ ചിത്രം മറ്റൊന്നായിരുന്നു. അന്ന് മുഹമ്മദ് ബിൻ സഊദ് രാജാവ് ഒരു ഭാഗത്ത് ദിർഇയ എന്ന് പറയുന്ന രാജ്യത്ത് ഭരണാധികാരിയായി നാട്ടുരാജാവായി ഉള്ളതുപോലെ അഹ്സ എന്ന് പറയുന്ന സ്ഥലത്ത് വേറെ ആളുകളാണ്. നജിദിന്റെ മറ്റ് ഭാഗങ്ങൾ വേറെ ആളുകളാണ്. ഖസീമിൽ വേറെ ആളുകളാണ്. ഈ പറയുന്ന മക്ക മദീനയിൽ തുർക്കികളുടെ അവരുടെ നേതൃത്വത്തിന്റെ കീഴിൽ ഷെരീഫുമാരി എന്ന് പറയുന്ന അഹ്ലു ബൈത്തുമാരി എന്ന് പറയുന്ന ആളുകൾ ഖുറാഫാത്തും ഷിർക്കും പല ജാതി വൃത്തികേടുകളും ചെയ്തുകൊണ്ട് പോകുന്ന കാലഘട്ടമാണ്. മസ്ജിദുൽ ഹറാമിൽ 4 മദ്ഹബിന്റെ ഇമാമുകൾ 4 സമയത്ത് അവിടെ ജമാഅത്ത് നിസ്കാരം നിർവഹിക്കുന്ന അവസ്ഥയായിരുന്നു. അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അൽ മലിക് അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന മസ്ജിദുൽ ഹറാമിൽ കഅബ ഷരീഫിന്റെ ചുറ്റുവട്ടത്ത് 4 മദ്ഹബിന്റെ ആളുകൾ, ഷാഫി മദ്ഹബുകാരും അവരുടെ ഇമാമും അവരുടെ ജമാഅത്തും ഒന്ന് വേറെ, മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ മദ്ഹബുകാരായ ആളുകൾ ഇമാമും ജമാഅത്തും വേറെ, അതേപോലെ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബുകാരായ ഇമാമും ജമാഅത്തും വേറെ, അബൂ ഹനീഫയുടെ മദ്ഹബുകാരായ ഇമാമും ജമാഅത്തും വേറെ. 4 മദ്ഹബിന്റെ ആളുകൾ 4 ജമാഅത്ത് നടക്കുന്ന രംഗമായിരുന്നു മസ്ജിദുൽ ഹറാമിലുണ്ടായിരുന്നു. മറ്റുള്ള ഖുറാഫാത്തിന്റെയും വൃത്തികേടിന്റെയും ഷിർക്കിന്റെയും അനാചാരത്തിന്റെയും ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. കഅബ ഷരീഫിലും മസ്ജിദുൽ ഹറാമിലും ചെന്ന് പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആളുകൾക്ക് സൗകര്യമില്ലാതിരിക്കുമാർ അവിടുത്തെ സംവിധാനം അങ്ങനെ. കാബ ഒരു താഴ്ന്ന പ്രദേശത്തും അതിന് ചുറ്റുഭാഗത്തും വലിയ പർവ്വതങ്ങളും മലകളും കുന്നുകളും. ഒരു മഴ വർഷിച്ചു എന്നുണ്ടെങ്കിൽ ഉള്ള വെള്ളം മുഴുവനും കാബ ഷരീഫിന്റെ പരിസരത്തേക്ക് വന്ന് മസ്ജിദുൽ ഹറാം ആകെ വൃത്തിഹീനമാകുന്ന അവസ്ഥയായിരുന്നു ഈ അടുത്ത കാലത്ത് വരെ. മലിക് അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കീഴിൽ അധികാരത്തിൽ വന്നതിന്റെ ശേഷമാണ് ഈ പറയുന്ന ഭൗതികമായതും ദീനിയായതുമായ ഈ വൃത്തികേടുകൾ മുഴുവനും നീക്കം ചെയ്ത് ഇത്ര സുന്ദരമായ, ഇത്ര സന്തോഷകരമായ, സമാധാനപരമായ നിലയ്ക്ക് ഈ കാര്യങ്ങൾ ആളുകൾക്ക് നിർവഹിച്ചു പോരാൻ പറ്റുന്ന സംവിധാനം അവിടെ ഒരുക്കിയത്. നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും 2 അക്ഷരം പഠിച്ചു എന്നുണ്ടെങ്കിൽ അവർ ഒരു ഭാഗത്തിൽ കൂടെ ഭൗതികമായ ആളുകൾക്ക് എന്തെങ്കിലും സേവനങ്ങളും കാര്യങ്ങളും ചെയ്യാൻ അള്ളാഹു ചില ആളുകൾക്ക് അതിലൊരു പ്രാപ്തിയും കഴിവും കൊടുത്തിട്ടുണ്ടാകും. അവർ മറ്റൊരു ദിശയിൽ കൂടെ ചിന്തിച്ചുകൊണ്ട് ഖൈറാത്തുകളും നന്മയും അല്പം വരുമ്പോഴേക്ക് പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങളും അതിൻ്റെ പേരിലെ ഛിദ്രതകളും അനൈക്യങ്ങളും അതുകൊണ്ട് ലഭിക്കാൻ പോകുന്ന അള്ളാഹു നൽകാൻ സാധ്യതയുള്ള ഖൈറാത്തുകൾ മുഴുവൻ തച്ചുകെടുക്കുന്ന പരിതാപകരമായ പല കാര്യങ്ങളും നമ്മൾ കാണുന്നു. അവിടെയുള്ള ഭരണാധികാരികൾ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പാലിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടി അവിടെയുള്ള ദീന് പഠിച്ച ഉലമാക്കൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും മക്കളുമായ പണ്ഡിതന്മാർ അവരുടെ ബാധ്യതകൾ കൃത്യമായി പാലിച്ച് ഇന്ന് വരെ ഭരണാധികാരികൾ ഒരു ഭാഗത്തിൽ കൂടെ അവർക്കുള്ള ബഹുമാനാദരവ് പണ്ഡിതന്മാർ വകവെച്ചു കൊടുത്തുകൊണ്ട് പണ്ഡിതന്മാർക്ക് ദീനുൽ ഇസ്ലാമിലുള്ള അവകാശങ്ങളും ആദരവുകളും ഭരണാധികാരികൾ വകവെച്ചു കൊടുത്തുകൊണ്ട് പോകുന്ന സുന്ദരമായ രംഗം പലപ്പോഴും നമുക്ക് അവിടെ സൗദിയിൽ വെച്ച് കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു. അങ്ങനെ ആ ഒരൊത്തൊരുമയിലേക്കും ആളുകൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള രാജ്യങ്ങളിൽ മുഴുവനും ആധിപത്യം പുലർത്തി അവിടുത്തെ ഖൈറാത്തുകളും ബറക്കാത്തുകളും തട്ടിയെടുത്തിരുന്ന യൂറോപ്യന്മാർ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് പോലത്തെ സാമ്രാജ്യങ്ങൾ, അവർ ഈ പറയുന്ന സൗദി അറേബ്യക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത്. അവരുടെ കണ്ണിൽ അവിടെ എടുത്ത് വലിച്ചു കൊണ്ടുവരാൻ പറയത്തക്ക നിലക്കുള്ള അനുഗ്രഹങ്ങളൊന്നുമില്ല തന്നെ. കുറച്ച് ഒട്ടകങ്ങളുണ്ട്, കുറച്ച് ഈത്തപ്പന മരങ്ങളുണ്ട്, പിന്നെ മരുഭൂമിയാണ്. അതിൻ്റെ ഉള്ളിലും പുറത്തും പർവ്വതങ്ങളിലും കടലിലുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ച പെട്രോളോ ഈ സ്വർണ്ണമോ ഈ അനുഗ്രഹങ്ങളോ അവരുടെ കണ്ണിൽ അത് മറച്ചുവെച്ചു. അള്ളാഹുവിനെ കൃത്യമായി ആരാധിക്കുന്ന തൗഹീദും പ്രവാചകനെ മാതൃകയാക്കുന്ന സുന്നത്തും അവർ കൈമുതലായി മുന്നോട്ട് വന്നപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ പകരം വെക്കാനില്ലാത്ത നിലക്കുള്ള സംവിധാനങ്ങളും ഖൈറാത്തുകളും ബറക്കാത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തുറന്നു കൊടുത്തു എന്നുള്ളത്. ലോകത്തിൻ്റെ വലിയ വലിയ സദസ്സുകളിൽ രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കാൻ കഴിവും കെൽപ്പുമുള്ള ഭരണാധികാരികളെ ആ രാജ്യത്തിന് അള്ളാഹു പ്രദാനം ചെയ്തു എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിൻ്റെ ദീനിന് തൗഹീദിനും സുന്നത്തിനും അവർ പ്രാധാന്യം കൽപ്പിച്ചു, തൗഹീദിനും സുന്നത്തിനും അവർ വില കൽപ്പിച്ചു എന്നത്. ലോകത്തുള്ള ഏത് വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആൾക്കൂട്ടമാണെങ്കിലും
തൗഹീദിനും സുന്നത്തിനും വില കൽപ്പിക്കാനും അതിനർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തയ്യാറായാൽ അള്ളാഹുവിന്റെ വാഗ്ദാനം അവൻ നടപ്പാക്കും. അവന്റെ ഖൈറാത്തുകളും ബറക്കാത്തുകളും വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ, ഒരു രാജ്യക്കാർ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും തഖ്വയിൽ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പക്ഷം ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നാം അവർക്ക് തുറന്നു കൊടുക്കും. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ഖിയാമത്ത് നാൾ വരെ. സൗദി അറേബ്യയിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മഹുല്ലയും മുഹമ്മദ് ബിൻ സഊദും അവരുടെ ആ ഭരണം ആ കാലഘട്ടം കഴിഞ്ഞ് ശത്രുക്കളായ ആളുകൾ, തുർക്കികളുടെയും മറ്റും പ്രേരണ കാരണം ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ ഈജിപ്തിൽ നിന്ന് മറ്റും വന്ന് ആക്രമണങ്ങൾ നടത്തി തകർത്ത് ആദ്യത്തെ ഭരണകൂടം അത് നശിച്ചു പോയിരുന്നു. പിന്നീട് കുറച്ചു കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് വന്നു. അതിന്റെ ശേഷം പിന്നെ അവരെയും ശത്രുക്കളായ ആളുകൾ ആക്രമിച്ച് അവരിൽപ്പെട്ട ചില ആളുകൾ കുവൈത്തിലേക്കൊക്കെ അഭയാർത്ഥികളായി പോയതിന്റെ ശേഷം പിന്നീട് യുവാവായിരുന്ന അൽ മലിക് അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള 40 ആളുകളും കുവൈത്തിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ റിയാദിൽ വരികയും റിയാദ് അവർക്കുള്ള പിതാക്കന്മാരുടെ രാജ്യത്തിന് അവർ വീണ്ടും തിരിച്ചുപിടിക്കുകയും ചെയ്ത് അങ്ങനെയാണ് ഇന്ന് കാണുന്ന സൗദി ഭരണകൂടത്തിന്റെ 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അധികാരത്തിൽ വന്നത്. അബ്ദുൽ അസീസ് രാജാവിന്റെ കീഴിൽ ആ പറയുന്ന 3ാമത്തെ സൗദി ഭരണകൂടം വരുന്നത് ഷവ്വാൽ മാസം അറബി വർഷത്തിൽ 1319 വർഷത്തിൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വർഷത്തിൽ 1902 വർഷത്തിൽ ജനുവരി 15 ദിവസം മുതലാണ് മലിക് അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി ആൽ സഊദിന്റെ കീഴിൽ സൗദി ഭരണകൂടം 3ാമത്തത് അധികാരത്തിൽ വരുന്നത്. അങ്ങനെ അബ്ദുൽ അസീസ് രാജാവിന്റെ ഭരണകൂടം വന്നതിന്റെ ശേഷം യഥാർത്ഥത്തിൽ ഇന്നുള്ളതുപോലെ ദീനിന്റെ കാര്യങ്ങളിൽ മതവിധികൾ പുറപ്പെടുവിക്കാൻ പ്രത്യേകമായ ഒരു മുഫ്തി, ഒരു വ്യക്തി എന്ന നിലക്കുള്ള ആളുകൾ ഇല്ലായിരുന്നു. അബ്ദുൽ അസീസ് രാജാവായിരുന്നു അന്ന്, നേതൃത്വം അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ അമീർമാരുണ്ടായിരുന്നു, ഭരണാധികാരികൾ അദ്ദേഹത്തിന് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ദഅവത്തിന് വേണ്ടി അദ്ദേഹം പ്രമുഖരായ വിശ്വസ്തരായ പണ്ഡിതന്മാരെ ആ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പറഞ്ഞയക്കലുണ്ടായിരുന്നു. അന്ന് പ്രത്യേകമായി ഒരു മുഫ്തി എന്നുള്ള നിലയ്ക്ക് ഒരാൾ ഇല്ലായിരുന്നു. അബ്ദുൽ അസീസ് രാജാവ് അന്നത്തെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും വാക്കിന് വില കൽപ്പിക്കുകയും ചെയ്ത മഹാനായ പ്രമുഖനായ ഒരു പണ്ഡിതൻ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ പേരമക്കളുടെ കൂട്ടത്തിൽപ്പെട്ട അല്ലാമ മുഹമ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് ആലു ഷെയ്ഖ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനായിരുന്നു. അല്ലാമ മുഹമ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് ആലു ഷെയ്ഖ് അദ്ദേഹമായിരുന്നു അബ്ദുൽ അസീസ് രാജാവ് അധികാരത്തിൽ വന്നതിന്റെ ശേഷം അറഫയിൽ വെച്ചിട്ട് ഏറ്റവും ആദ്യം ഖുതുബ നിർവഹിച്ചത് അദ്ദേഹമാണ്. ഹിജറ വർഷം 1343 കൊല്ലത്തിൽ, ഹിജറ വർഷം 1343 വർഷം അറഫയിൽ വെച്ച് ഏറ്റവും ആദ്യം അദ്ദേഹമാണ് ഖുതുബ നിർവഹിച്ചത് അബ്ദുൽ അസീസ് രാജാവിന്റെ നേതൃത്വത്തിൽ. അദ്ദേഹം അതുപോലെ തന്നെ റിയാദിലുണ്ടായിരുന്ന ജാമിഉൽ കബീർ എന്ന് പറയുന്ന പള്ളിയിലെ ഇമാമത്ത് ആ പറയുന്ന സ്ഥാനവും മുഹമ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് റഹ്മത്തുള്ളാഹി അലൈഹിയെ അബ്ദുൽ അസീസ് രാജാവ് ഏൽപ്പിച്ചിരുന്നു. ഈ പറയുന്ന സംഭവങ്ങൾ ചരിത്രകാരന്മാരായ പല ആളുകളും എഴുതി വെച്ചത് മലിക് അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഈ പണ്ഡിതനോട് അപാരമായ സ്നേഹവും വലിയ ബഹുമാനമായിരുന്നു. പണ്ഡിതനാണെങ്കിൽ അദ്ദേഹം ദാഇമൻ നുസ്ഹിലിൽ മലിക്, ദീനിന്റെ കാര്യത്തിൽ ദുന്യാവിന്റെ കാര്യത്തിൽ ഏത് സമയത്തും വ്യക്തമായ നിലക്ക് സൂക്ഷ്മമായ നിലക്കുള്ള ഗുണകാംക്ഷിയായി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊടുത്തിരുന്നു. സ്വാദിഖൻ മഅ ദൗല, ഭരണകൂടത്തോട് സത്യസന്ധത പുലർത്തിയ ആളായിരുന്നു. സാഹിബ അമലിൻ ദഊബിൻ വ അമലിൻ മുഖ്ലിസ്, നിഷ്കളങ്കമായ നിലക്ക് സദാസമയത്തും ആ രാജ്യത്തിന്റെ നന്മക്ക് ദീനിന്റെ ഗുണത്തിനു വേണ്ടി ഭരണാധികാരിയായ മലിക് അബ്ദുള്ളയുടെ കൂടെ ഉണ്ടാകുന്ന ആളായിരുന്നു. ഒരു സമയത്ത് മലിക് അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മുഹമ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് റഹ്മത്തുള്ളാഹി അദ്ദേഹം പള്ളിയിൽ ദർസ് നടത്തുന്ന സമയത്ത് ആ ദർസിന്റെ സദസ്സിലേക്ക് വന്നൊരു സംഭവം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ പറയാണ്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി മുഹമ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് റഹ്മത്തുള്ളാഹി അലൈഹി ദർസ് നടത്തുന്ന സമയത്ത് മലിക് അബ്ദുൽ അസീസിന്റെ പട്ടാളക്കാരിൽപ്പെട്ട അദ്ദേഹത്തിന്റെ അടുപ്പക്കാരിൽപ്പെട്ട ഒരാൾ വരികയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ലത്തീഫിന്റെ ചെവിയിൽ കുറച്ച് എന്തോ സ്വകാര്യം കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പോയതിന്റെ ശേഷം ഷെയ്ഖ് ഞങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചു നേരം ഒന്ന് മാറിയിരിക്കണം, മലിക് അബ്ദുൽ അസീസ് ഹഫിളഹുല്ലാഹി ഇവിടെ വരുന്നുണ്ട്, എന്തോ കാര്യങ്ങൾ സംസാരിക്കാനാണ്. അങ്ങനെ ജലസൽ മലിക് അബ്ദുൽ അസീസ് മഅ ഷെയ്ഖിന മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് റഹ്മത്തുള്ളാഹിയുടെ കൂടെ അബ്ദുൽ അസീസ് രാജാവ് പള്ളിയിൽ വന്നിരുന്നു. ഇൽമിന്റെ സദസ്സ് നടക്കുന്ന സ്ഥലത്ത് ഏകദേശം ഒരു അരമണിക്കൂർ സമയം എന്തോ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ പോകുന്നതിന്റെ മുമ്പ് ഞങ്ങൾ ശിഷ്യന്മാർ കേൾക്കെ, ആ സദസ്സിലുള്ള ആളുകൾ കേൾക്കെ മലിക് അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നഹ്നു സായിറൂന അലാ ശറഇല്ലാഹി വദീനിഹി, നമ്മൾ അള്ളാഹുവിന്റെ ദീനും ശറഉം അനുസരിച്ചാണ് ഇവിടെ ജീവിക്കുന്നതും പോകുന്നതും ഭരണം നടത്തുന്നതും. വഹുവ സിറാത്തുൽ മുസ്തഖീം ബിഇദ്നില്ലാഹ്, നമുക്ക് നേരായ ചൊവ്വായ മാർഗം അത് തന്നെയുള്ളൂ, അതനുസരിച്ചായിരിക്കും നമ്മുടെ ഭരണവും നമ്മൾ മുന്നോട്ട് പോകുന്നതും എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് പോയതിന്റെ ശേഷം ശിഷ്യന്മാർ പറയാണ്, ഞങ്ങൾ വീണ്ടും സദസ്സിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് റഹ്മത്തുള്ളാഹിയുടെ മുഖം തബ്രിഖു ഫറഹൻ വസുറൂറൻ, സന്തോഷം കൊണ്ട് കത്തി പ്രകാശിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഇത്ര വലിയ ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങൾ
ഉപദേശ നിർദ്ദേശങ്ങളുമായിട്ടായിരുന്നു അന്ന് ഭരണാധികാരിയായ മലിക് അബ്ദുൽ അസീസും അവിടെ ഉണ്ടായിരുന്ന ഈ പണ്ഡിതന്മാരും തമ്മിൽ പോയിരുന്നത്. രാജ്യത്തിൻ്റെയും ദീനിൻ്റെയും അവിടെയുള്ള പ്രജകളുടെയും നന്മ ഏതൊക്കെ ഭാഗത്തിൽ കൂടെയാണോ പരസ്പര ഉപദേശ നിർദ്ദേശങ്ങളോടുകൂടെ നിഷ്കളങ്കമായ സത്യസന്ധമായ മനസ്സിൻ്റെ ഉടമകളായി മറ്റുള്ള താല്പര്യങ്ങളും ലക്ഷ്യങ്ങളുമില്ലാതെ അവർ മുന്നോട്ട് പോയി. അങ്ങനെ പിന്നീട് മുഹമ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ശേഷം പിന്നീട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ നേരെ മുമ്പുണ്ടായിരുന്ന മുഫ്തി, സൗദി അറേബ്യയുടെ മുഫ്തി, അദ്ദേഹത്തിനെ മലിക് ഫൈസലിൻ്റെ ഏകദേശ കാലഘട്ടത്തിൽ അബ്ദുൽ അസീസ് രാജാവിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ മുഫ്തിയായിക്കൊണ്ട് രാജ്യത്തിൻ്റെ മൊത്തത്തിൽ മതവിധി അവസാന വാക്ക് എന്നുള്ള നിലക്ക് പറയാൻ അർഹതയുള്ള ആളായിട്ട് അദ്ദേഹത്തിന് നിശ്ചയിക്കുകയാണ് ഭരണാധികാരികൾ. മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് എന്ന് പറയുന്നതും ആലു ഷെയ്ഖ് കുടുംബത്തിൽപ്പെട്ടതാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ സന്താന പരമ്പരകളിൽപ്പെട്ട ആളാണ്. ആദ്യമുണ്ടായിരുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനായിട്ട് വരുന്ന ആളാണ്. അതിൻ്റെ ശേഷം അദ്ദേഹം മരണപ്പെട്ടതിൻ്റെ ശേഷമാണ് അബ്ദുൽ അല്ലാമ സമാഹത്തു ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി സൗദി അറേബ്യയുടെ മുഫ്തി ആം പൊതു മതവിധി പുറപ്പെടുവിക്കുന്ന അതിന് ആധികാരികമായ അനുവാദവും സമ്മതവുമുള്ള ആളായി ഭരണാധികാരികൾ അദ്ദേഹത്തെ നിശ്ചയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ശേഷമാണ് പിന്നെ ഈ അടുത്ത് മരണപ്പെട്ട ആലു ഷെയ്ഖ് കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ആലു ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിന് സൗദി അറേബ്യയുടെ മുഫ്തിയായിക്കൊണ്ട് ഭരണാധികാരികൾ നിശ്ചയിക്കുന്നത് ഹിജറ വർഷം 1420 ഹിജറ വർഷം 1420 ഇപ്പോൾ ഹിജറ വർഷം 1447 നമ്മളുള്ളത്. ഹിജറ വർഷം 1447 20 ഇദ്ദേഹം ആ പറയുന്ന സ്ഥാനം ഏറ്റെടുക്കുന്നത്. സൗദി അറേബ്യയുടെ മൊത്തത്തിലുള്ള മുഫ്തിയായിക്കൊണ്ട് അദ്ദേഹം ഈ പറയുന്ന സ്ഥാനത്ത് എത്തുന്നത്. ഇങ്ങനെയാണ് ഇവരുടെ ഈ പറയുന്ന സ്ഥാനത്ത് വന്നതിൻ്റെ പിന്നിലുള്ളത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖിൻ്റെ ചെറിയ ജീവചരിത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുർ റഹ്മാൻ ഇബ്നു ഹസൻ ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അഥവാ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകനായ ഹസൻ, അദ്ദേഹത്തിൻ്റെ മകനായ അബ്ദുർ റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ മകനായ അബ്ദുൽ ലത്തീഫ്, അവരുടെ മകനായിരുന്ന മുഹമ്മദ്, അവരുടെ മകനായ അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ മകനായ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആ സ്ഥാനക്കാരനായിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഈ പറയുന്ന ബഹുമാന ആദരവുള്ള ബനു തമീം എന്ന് പറയുന്ന ഈ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ജനിക്കുന്നത് പിന്നെ ഹിജറ വർഷം 1362 സഫർ മാസം 6 അന്നാണ്. മക്കയിൽ വെച്ചാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹിജറ 1362 വർഷം സഫർ മാസം 6 അന്നാണ് അദ്ദേഹം ജനിക്കുന്നത് മക്കയിൽ വെച്ച്. വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിന് 81 വയസ്സാണ്. 81 വയസ്സായിരുന്നു ഷെയ്ഖിന് ഈ വഫാത്താകുന്ന സമയത്ത്. തൂഫിയ വാലിദുഹു വഹുവ സഗീറുൻ, ചെറിയ കുട്ടിയാകുമ്പോൾ 7-8 വയസ്സാകുന്ന സമയത്ത് പിതാവ് മരണപ്പെട്ടു എന്നുള്ളതാണ്. വഹു ഫി താമിനത്തി മിൻ ഉംരിഹി തഖരീബൻ, 7-8 വയസ്സ് കാലഘട്ടത്തിൽ പിതാവ് മരണപ്പെട്ടു. അങ്ങനെ പിന്നെ ചെറുപ്രായത്തിൽ തന്നെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി. പിതാവിൻ്റെ മരണത്തിൻ്റെ ശേഷം 2-3 വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് പിന്നെ ചില പണ്ഡിതന്മാരുടെ പേരൊക്കെ അതിൽ പറയുന്നുണ്ട്. ശരഈയായ ഇൽമ് പല പണ്ഡിതന്മാരുടെ അടുത്ത് വെച്ച് പഠിച്ചു. അതിൽപ്പെട്ട ഒരാൾ സൗദി അറേബ്യയുടെ മുഫ്തിയായിരുന്ന മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ്, അതേപോലെ തന്നെ ഇബ്നു ബാസുമായിട്ടുള്ള അടുത്ത ബന്ധം കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റുള്ള ചില പണ്ഡിതന്മാരിൽ നിന്നൊക്കെ അദ്ദേഹം ഇൽമ് പഠിച്ചു. അതിൻ്റെ ശേഷം അദ്ദേഹം പിന്നെ ഇമാമു ദാവത്തിൽ ഇൽമി എന്ന് പറയുന്ന റിയാദിലുണ്ടായിരുന്ന മഅഹദിൽ പോയിട്ട് അദ്ദേഹം ശരഈയായ ഇൽമ് പഠനം തുടർന്നു. അതിൻ്റെ ശേഷം ജാമിയത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് ഇസ്ലാമിയ എന്ന് പറയുന്ന റിയാദിലുള്ള ആ ജാമിയ യൂണിവേഴ്സിറ്റി വെച്ച് കുല്ലിയത്തു ശരിയത്തിൽ അദ്ദേഹം പഠനം പൂർത്തിയാക്കി. പിന്നെ ദീനിലും അതേപോലെ തന്നെ ദഅവത്തിൻ്റെ മേഖലയിൽ ധാരാളം സ്ഥാനങ്ങൾ. അമീര ഉളുവൻ ഫി ഹൈഅത്തി കിബാരിൽ ഉലമ, സൗദിയിലുള്ള ഉന്നത പണ്ഡിത സഭയിലുള്ള ഒരു അംഗമായിട്ട് വർഷങ്ങൾ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ഇബ്നു ബാസിൻ്റെ നേതൃത്വത്തിൽ. ഉളു മുതഫർരി ഫിൽ ലജ്നത്തി ദായിമത്തിൽ ബുഹൂത്തിൽ ഇൽമിയത്തി വൽ ഇഫ്താ ബിമർതബത്തി മുംതാസത്തിൻ, അതേപോലെ തന്നെ ദീനിയായ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഫത്വൻ്റെ ആ ബോർഡിൽ ഒരംഗമായിട്ട്. ഖതീബ് മസ്ജിദ് നമീറ ബി അറഫത ലി മുദ്ദത്തിൻ തവീല, ഒരുപാട് വർഷക്കാലം അറഫയിലുള്ള മസ്ജിദ് നമീറയിൽ ഹജ്ജിൻ്റെ സമയത്ത് ഫത്വ പറയുന്ന ആളായിട്ടുള്ള സേവനം അദ്ദേഹം ചെയ്തു. ഏകദേശം മിൻ ആമി 1402 ഇലാ 1436, ഏകദേശം 35 വർഷക്കാലം മസ്ജിദ് നമീറയിൽ ഹജ്ജിൻ്റെ സമയത്ത് അറഫയിലുള്ള ലോകത്തെ മുഴുവത്തിനുള്ള ദഅവത്ത് എന്നുള്ള നിലക്ക് ആ ഖുത്ബ നിർവഹിച്ച മഹത്തായ സ്ഥാനം അത് കൈകാര്യം ചെയ്തത് മഹാനായ ഈ പണ്ഡിതനായിരുന്നു. അസ്ബഹ നായിബൻ ലി മുഫ്തിൽ ആമി സുമ്മ സാറ അൽ മുഫ്തിൽ ആമി ലിൽ മംലക്കത്തി, ഏറ്റവും ആദ്യം അദ്ദേഹം അസിസ്റ്റൻ്റ് ആയിക്കൊണ്ട് അഥവാ സൗദിയിലുള്ള മുഫ്തിയുടെ അഥവാ ഇബ്നു ബാസിൻ്റെ ഒരു അസിസ്റ്റൻ്റ് സ്ഥാനക്കാരനായിട്ട് കുറച്ചു കാലം നിന്നു. അതേപോലെ അതിൻ്റെ ശേഷം പിന്നെ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വഫാത്തിൻ്റെ ശേഷം സൗദിയിലുള്ള മുഫ്തി ആമിൽ മംലക്ക അൽ അറബിയ സഊദിയുടെ 3ാമത്തെ മുഫ്തിയായി സേവനമനുഷ്ഠിച്ചു. അതേപോലെ അവിടുത്തെ ഉന്നത പണ്ഡിത സഭയുടെ തലവനായിക്കൊണ്ടും റഈസിൽ ലജ്നത്തി ദായിമത്തി ലിൽ ഇഫ്താ, ഫത്വക്ക് അർഹിക്കുന്ന അതിൻ്റെ ഏറ്റവും ഉന്നത ബോർഡിലുള്ള തലവനായിക്കൊണ്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെക്കുറിച്ച് പറയപ്പെടുന്ന വളരെ നമുക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം, ഹജ്ജ മുഫ്തി ആമിൽ മംലക്കത്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ആലു ഷെയ്ഖ് റഹ്മഹുല്ലാ,
അദ്ദേഹം ഒരുപാട് വർഷം ഈ പറയുന്ന ഖുത്ബ നിർവഹിച്ചു, ഹജ്ജിന് നേതൃത്വം കൊടുത്തു, അമീറായി. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് കിട്ടിയ അവസരം അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് അൻ അദദി മിനൽ അഇമ്മത്തിൽ ഉലമാഇ അല്ലദീന ലം യഹുജ്ജു, ജീവിതകാലത്തുള്ള ഓരോ സാഹചര്യം കാരണം ഹജ്ജിന് നിർവഹിക്കാൻ കഴിഞ്ഞു പോയ പല ഇമാമുകൾക്കും പകരമായി അവർക്ക് വേണ്ടി അദ്ദേഹം ഹജ്ജ് നിർവഹിച്ചു എന്നുള്ളത്. പല ജീവിത സാഹചര്യങ്ങളും മറ്റും മുൻകാലങ്ങളിൽ ഹജ്ജ് നിർവഹിക്കാൻ കഴിയാത്ത അറിയപ്പെട്ടിരുന്ന പല പണ്ഡിതന്മാരുമുണ്ട്. ഉദാഹരണത്തിന് ഇബ്നു ഹസ്മ്, അതേപോലെ തന്നെ നവവി, ഹാഫിദ് നവവി, ഇബ്നു അബ്ദുൽ ബർ, മുന്തിരി, ഇബ്നു റജബ് റഹിമഹുമുള്ള, ഇതുപോലത്തെ പണ്ഡിതന്മാരൊന്നും അവരുടെ ജീവിതകാലത്ത് ഹജ്ജ് നിർവഹിച്ചിട്ടില്ല എന്നുള്ളത്. ഒന്നിരിക്കൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാവും, അതല്ലെങ്കിൽ അന്ന് സാമൂഹികമായിട്ട് ഇങ്ങനെ ദീർഘമായി യാത്ര ചെയ്യാൻ കഴിയാത്തവരായിരിക്കും, ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെങ്കിലും. അപ്പം ഈ ഹജ്ജ് നിർവഹിക്കാൻ കഴിയാത്ത ആളുകൾക്ക് പകരമായിട്ട് ആലു ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളിൽ ഹജ്ജ് നിർവഹിച്ചു എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം അതിന് കാരണം പറഞ്ഞത് വദാലിക വഫാ അമിന ഷെയ്ഖി ലഹും ലിമസ്തഫാദഹു മിൻ ഇൽമിൻ ഫീ കുതുബിഹിം, അവരുടെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത് ധാരാളം ഇൽമ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം അതിന് എൻ്റെ ഭാഗത്ത് നമ്മുടെ ഭാഗത്തിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നൊരു സേവനം എന്നുള്ള നിലക്ക് അവർക്ക് പകരമായിട്ട് ഹജ്ജ് നിർവഹിച്ചു. ഇത്രയും വർഷങ്ങൾ ഖുത്ബ പറഞ്ഞ് ഹജ്ജ് നിർവഹിച്ചപ്പോൾ ഈ പറയുന്ന പണ്ഡിതന്മാരോടുള്ള ഒരു ഖിദ്മത്ത് എന്നുള്ള നിലക്ക് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഈ ചരിത്രങ്ങൾ പറയുന്ന സമയത്ത് അത് എഴുതിയ പല ആളുകളും അദ്ദേഹത്തിൻ്റെ മാതാവായിരുന്ന സാറാ ബിന്ത് ഇബ്രാഹിമുൽ ജുഹൈമി അൽ ഖബാനി സഹലി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മാതാവിനെ കുറിച്ച് എടുത്തു പറയലുണ്ട്. സ്ത്രീകളായ സഹോദരിമാരിത് കേൾക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഇതുപോലത്തെ ചരിത്രങ്ങൾ നിങ്ങൾ മാതൃകയാക്കാൻ തയ്യാറാവണം. ഒരു പെണ്ണിന് ദഅവത്ത് എങ്ങനെ നടത്താൻ കഴിയുക, ജമാഅത്ത് ഇസ്ലാമിക്കാരെ പോലത്തെ ആളുകൾ, അതേപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അന്യപുരുഷന്മാരുടെ മുന്നിൽ വന്നിട്ട് അവർക്ക് ദഅവത്ത് എന്ന് പറഞ്ഞ് സ്റ്റേജുകളിലും മറ്റും വന്ന് ഹിജാബുമില്ല, അതേപോലെ സൂക്ഷ്മതയുമില്ലാതെ ദഅവത്ത് എന്ന് പറഞ്ഞ് വരുന്ന പെണ്ണുങ്ങൾ, സ്ത്രീകൾ ഇതുപോലത്തെ ചരിത്രങ്ങൾ കേട്ട് ഇതിൽ നിന്ന് മാതൃകയാക്കണം. നിങ്ങൾക്ക് ദഅവത്ത് നടത്താൻ കഴിയുമോ, നിങ്ങളെക്കൊണ്ട് സമൂഹത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾ പരിശോധിക്കണം. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് സാറാ ബിന്ത് ഇബ്രാഹിമുൽ ജുഹൈമി എന്നായിരുന്നു. അൽ ഖബാനി സഹലിയ കുടുംബത്തിൽപ്പെട്ട റഹ്മഹല്ല. പിതാവ് അഥവാ ഭർത്താവ് ഈ കുട്ടിയുടെ 7-8 വയസ്സിൽ വഫാത്താകാണ്, മരണപ്പെടുകയാണ്. പിന്നീട് ഈ കുട്ടിയെയും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹോദരിമാരെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ഈ മാതാവാണ്. അങ്ങനെ അവർ ഈ കുടുംബത്തിൻ്റെ ഈ കുട്ടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് എങ്ങനെ ഇവരെ വളർത്തി എന്നുള്ളത് കേട്ടു നോക്കി നിങ്ങൾ. അവരുടെ പേരമകൻ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് ഒരിക്കൽ അദ്ദേഹം പറയാണ് ഈ പറയുന്ന ഷെയ്ഖ് ഞങ്ങളുടെ പിതൃവ്യനായ അബ്ദുൽ അസീസ് റഹ്മഹുല്ല അദ്ദേഹത്തിനെ ഈ നിലക്ക് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നതിൽ ചെറുപ്പം മുതൽ അവരുടെ മാതാവിന് വലിയ കൈയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരിക്കൽ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതാവിൻ്റെ സഹോദരൻ ഒരിക്കൽ കുട്ടികളെ കൂടെ പള്ളിയിൽ വരെ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം മിമ്പറിൽ കയറിയിട്ട് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഖുത്ബ നിർവഹിക്കുന്ന രംഗം. ചില കുട്ടികളൊക്കെ ആരുമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിമ്പറിലൊക്കെ കയറി ഖത്തീബാകാനൊക്കെ ശ്രമം നടത്തും, അവർക്കുള്ള താല്പര്യമായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ രംഗം കണ്ടപ്പോൾ ഈ പിതൃവ്യനായ ആള് ഭാര്യയുടെ കുട്ടിൻ്റെ മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് സഹോദരൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിൻ്റെ കുട്ടി പള്ളിയിൽ വെച്ചിട്ട് കളിക്കുന്ന രംഗം ഞാൻ കണ്ടത്, എനിക്കത് വല്ലാത്ത പ്രയാസമുണ്ടായി, അവനെ ശ്രദ്ധിക്കണം എന്ന് അവരോട് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ മാതാവ് ആ പറയുന്ന ഭർത്താവിൻ്റെ സഹോദരനോട് പിതൃവ്യനോട് പറഞ്ഞു, അസ്അലുല്ലാഹ അൻ യുഹ്യീക ഹത്താ തുസല്ലി ഖൽഫഹു ഫിൽ ജാമിഉൽ കബീർ, ആ വലിയ പള്ളിയിൽ അവൻ ഇമാമ നിന്ന് അവൻ്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്നത് വരെ അള്ളാഹു എനിക്ക് ഹയാത്ത് നൽകട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. അവൻ അവിടെ വെച്ച് ആ മെമ്പർ വെച്ച് ഖുത്ബ പറയും. ശരിക്കും യഥാർത്ഥത്തിൽ ആ രംഗം കണ്ടിട്ട് അള്ളാഹുവിനെ മരിപ്പിച്ചാൽ മതി, അതുവരെ അള്ളാഹുവിന് എനിക്ക് ഹയാത്ത് നൽകട്ടെ എന്ന മാതാവ് അവിടെ വെച്ച് ദുആ ചെയ്തു എന്നുള്ളതാണ്. വഖദ് തഹഖഖത് ദഅവതുഹ, അവരുടെ ദുആ അത് ഫലിച്ചു, അള്ളാഹു അത് കബൂലാക്കി സ്വീകരിച്ചു. ഫസാറ അൽ മുഫ്തി ഇമാമൻ വ ഖതീബൻ യുസല്ലി ലിന്നാസി ഖൽഫഹു വമിൻഹും അമ്മുഹു റഹിമഹുമുല്ലാഹ്. അങ്ങനെ കുട്ടി വലുതായി ആ പറയുന്ന മസ്ജിദുൽ ജാമിഅയിൽ റിയാദുള്ള പള്ളിയിൽ ഇമാമും ഖത്തീബുമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഈ പറയുന്ന പിതൃവ്യനും അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിസ്കരിക്കുന്ന ഒരു ദിവസം അവർക്ക് കഴിഞ്ഞുപോയി. കാനത്ത് ഹരീസത്തൻ അല അഖദിഹി ലി മസ്ജിദിൽ അമീർ നാസിർ ഫി റിയാദ്, റിയാദുള്ള മസ്ജിദുൽ അമീർ നാസിർ എന്ന പേരുള്ള പള്ളിയിലേക്ക്, അവരുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിലേക്ക് ഈ കുട്ടിയെ ഈ മാതാവ് കൊണ്ടുപോകുമായിരുന്നു. അതാ ഈ സ്വലാത്തിൽ ഫജർ നിസ്കരിക്കാൻ വേണ്ടി. ചെറിയ കുട്ടിയാണ്, അപ്പോൾ സഹായിയായിട്ട്. ഇമാം അഹമ്മദിൻ്റെ മാതാവിനെ കുറിച്ചും ഇതുപോലത്തെ ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇവിടുന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. പള്ളിയിലേക്ക് ഫജറിന് പോകുന്ന സമയത്ത് മാതാവ് കൂടെ പോകുമായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് കുട്ടി തിരിച്ചു വരുന്നതുവരെ അവിടെ അവർ കാത്തു നിൽക്കലുണ്ടായിരുന്നു, അതേ പണി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് കുട്ടി മടങ്ങി വരുന്നതുവരെ ആ മാതാവ് അവിടെ പ്രതീക്ഷ കാത്തു നിൽക്കും. അത്രത്തോളം സൂക്ഷ്മതയുണ്ടായിരുന്നു. അങ്ങനെ വഫി ഷബാബിഹി ലമ്മ ഉസീബ ബിബസരിഹി, 10-20 വയസ്സാകാൻ സമയത്ത് മഹാനായി പണ്ഡിതൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്, പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. സൗദി അറേബ്യയിലുണ്ടായിരുന്ന മുഫ്തിയായിരുന്ന ഈ പറയുന്ന അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് അന്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന സമാഹത്തു ഷെയ്ഖ് അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അന്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് അദ്ദേഹം അന്ധനായിരുന്നു. ഈ മനുഷ്യന്മാർക്കൊക്കെ മനുഷ്യന്മാരായ നമ്മളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനുള്ള കണ്ണുകളില്ല എന്നുള്ളതാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത ബസീറത്ത്, അഹങ്കാഴ്ച, അത് 10,000 കണ്ണുള്ള ആളുകളിലേറെ
ലോകത്ത് ജീവിക്കുന്നയും മരിച്ചുപോയും മരിക്കാനിരിക്കുന്ന ആളുകൾക്ക് കാഴ്ച നൽകി എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അവരെ പോലത്തെ അന്ധരായിരിക്കും ഒരു പക്ഷേ പല ആളുകളും കണ്ണുള്ള ആളുകളായി ജീവിക്കുന്നതിലേറെ നല്ലത് എന്ന് തോന്നും. ഇങ്ങനത്തെ അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് നൽകിയിരുന്നു. യഥാർത്ഥ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാലും അവർക്ക് ഇൽമും ബസീറത്തും അള്ളാഹു നൽകി. അവർക്കും മറ്റുള്ള ആളുകൾക്കും ദുന്യാവിലും ആഖിറത്തിലുമുള്ള വഴി തെളിയിച്ചു കൊടുക്കാൻ അവരെ അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകി. മുന്നിൽ നടക്കാനുള്ള സഹായം അള്ളാഹു ആദരവർക്ക് നൽകി എന്നുള്ളത്. അങ്ങനെ കണ്ണിൻ്റെ കാഴ്ച കുട്ടിക്ക് മകന് നഷ്ടപ്പെട്ടപ്പോൾ ആ മാതാവ് അവരുടെ കഴിവിൻ്റെ പരിധിയിൽപ്പെട്ട സകല ചികിത്സാ മാർഗങ്ങളും അവർ ശ്രമിച്ചു. അങ്ങനെ പിന്നെ സ്വിറ്റ്സർലൻഡിലെ ഒരു ഡോക്ടറെ കുറിച്ച് കേട്ട സമയത്ത് അവരോട് പറഞ്ഞത്, എൻ്റെ കണ്ണൊന്നെടുത്തിട്ട് എൻ്റെ മകന് വെച്ചു കൊടുത്ത് അതുകൊണ്ട് കാഴ്ച കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. അപ്പോൾ വിദഗ്ധനായ ആ മനുഷ്യൻ, ആ സ്വിറ്റ്സർലൻഡിലുള്ള ആ ഡോക്ടർ പറഞ്ഞു, അതുകൊണ്ട് കാര്യമില്ല, അവൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, നിങ്ങളങ്ങനെ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവർ പിന്മാറിയത്. ഈ മാതാവ് 1436 വർഷത്തിലാണ് അവർ മരണപ്പെടുന്നത്. ഏകദേശം 100ഓളം വയസ്സ് അവർക്കുണ്ടായിരുന്നു. വഖദ് ഉരിഫത്ത് ബിൽ ഇബാദത്തി വൽ ഹിർസി അലൽ ഹജ്ജ്, ധാരാളം ഇബാദത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ധാരാളം ഹജ്ജ് അവർ നിർവഹിച്ചിരുന്നു. ഹജ്ജത്ത് 40 ഹജ്ജത്തൻ, 40 ഹജ്ജ് അവരുടെ ജീവിതത്തിൽ അവർ നിർവഹിച്ചിട്ടുണ്ട്. ഭർത്താവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു, പരീക്ഷണങ്ങളും അവർക്കും നേരിട്ടു. പക്ഷെ അവരതൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൽ ഉപകാരപ്രദമായ നിലക്ക് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഏതാണെങ്കിലും അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വഫാത്താകുന്നത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുള്ള ശിഷ്യന്മാർ പറയുന്ന ശനിയാഴ്ച ചെന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ചുറ്റുഭാഗത്തും ഇൽമിൻ്റെ വിദ്യാർത്ഥികളായ ആളുകളും അവരുമായി ഇൽമിൻ്റെ കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗം കണ്ടിരുന്നു. പ്രയാസകരമായ രോഗമുള്ള സമയത്തും അദ്ദേഹത്തിന് ആമാശയത്തിൽ വേദനയും മറ്റും ദഹനത്തിൻ്റെ പ്രക്രിയകളിലുള്ള പ്രയാസങ്ങളൊക്കെയാണ് അവസാന സമയത്തുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്, കേൾക്കുന്നത്. ഏതാണെങ്കിലും ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം ഹിജറ വർഷം 1447 വർഷത്തിൽ, പിന്നെ ഇംഗ്ലീഷ് 2025 സെപ്റ്റംബർ 23 അദ്ദേഹം വഫാത്താകുന്നത്. മദീന റിയാദിലുള്ള വലിയ പള്ളിയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ മയ്യത്ത് നിസ്കാരങ്ങൾ നടന്നു. ആ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് വലിയുൽ അഹദ് സൗദി മുഹമ്മദ് ബിൻ സൽമാൻ ഹഫിളഹുല്ലയാണ്. സൽമാൻ രാജാവിൻ്റെ മകനായ വലിയുൽ അഹദ് സൗദി എന്നുള്ള അദ്ദേഹമാണ് നേതൃത്വം കൊടുത്തത്. മറ്റുള്ള പണ്ഡിതന്മാരും ഭരണാധികാരികളും അമീർമാരും മറ്റുള്ള ആളുകളുമൊക്കെ അതിൽ കഴിയുന്ന ആളുകൾ പങ്കെടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമ്മൾ മുമ്പ് സദസ്സുകൾ കേൾപ്പിച്ചതാണെങ്കിലും, ഇന്ന മിൻ അശ്റാത്തി സഅത്തി, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാകുന്നു അൻ യുർഫഅൽ ഇൽം, ഇൽമിനെ ഉയർത്തപ്പെടുക എന്ന് പറയുന്നത്. ഇൽമിനെ ഉയർത്തപ്പെടുക എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരായ ആളുകൾ മരിച്ചു പിരിഞ്ഞ് പോകൽ കൊണ്ടാണ്. അല്ലാമ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫിളഹുല്ലാ ഈ പറയുന്ന പണ്ഡിതന്മാർ മരിച്ചു പിരിയുന്നു പോകുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഈ ലോകത്തു നിന്ന് വഫാത്തായി പോയി എന്നുള്ളതാണ് മുസ്ലിം ഉമ്മത്തിന് അനുഭവപ്പെട്ട ഏറ്റവും വലിയ മുസീബത്ത്. അതിൻ്റെ ശേഷം മുസ്ലിം ഉമ്മത്തിനും ഇസ്ലാമിനും അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ മരിച്ച് പിരിഞ്ഞ് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് കഴിവിൻ്റെ പരമാവധി നമ്മൾ അവരിൽ നിന്നുള്ള ഇൽമ് സ്വീകരിച്ചുകൊണ്ട് ആ നഷ്ടപ്പെടുന്ന ആ വിടവ്, ആ പറയുന്ന ഭാഗം നികത്താനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സഹായികളും വക്താക്കളുമായി കൃത്യമായി അള്ളാഹുവിൻ്റെ ദീനെ പഠിച്ച ആളുകൾക്ക് വഴികാട്ടുന്ന ആളുകളാകാൻ വേണ്ടി നമുക്ക് ലഭിച്ച കണ്ണുകളുണ്ട്, കാതുകളുണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, സമയങ്ങളുണ്ട്. അത് കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുന്ന പക്ഷം നമ്മൾ ചെയ്യുന്ന ചെറിയ സേവനങ്ങൾ, ഈ മാതാവൊക്കെ കഷ്ടപ്പെട്ടതിൻ്റെ ഫലങ്ങൾ അവരുടെ ജീവിതകാലത്ത് കണ്ടത്, ലോകത്തുള്ള എത്ര ആളുകൾക്ക് ഇവർ വഴികാട്ടികളായത്, അതിൽ നിന്നൊക്കെ സ്ത്രീകളും പുരുഷന്മാരും മാതൃകയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ ഒരു ചെറിയ വാക്കും, അതേപോലെ തന്നെ അല്ലാമ മുഹമ്മദ് ബിൻ ഹാദി അൽ മദ്ഖലി പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സദസ്സിൽ വെച്ച് സൗദി ഭരണകൂടത്തെക്കുറിച്ച് പറയുന്ന 2-3 പദ്യ സമാഹാര ബെയ്ത്തുകളും ശകലങ്ങളും കേൾപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അസ്സഊദിയത്തു അഫ്ളലു ദൗലത്തിൻ സലഫിയത്തിൻ മിൻ അൽഫി സന, 1000 വർഷത്തോളം, സഹാബത്തിൻ്റെ കാലം കഴിഞ്ഞ് ഖുലഫാഉർ റാഷിദുകളൊക്കെ കഴിഞ്ഞ് 1000 വർഷത്തിൻ്റെ ഇപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ സഹാബത്തിൻ്റെ കാലം കഴിഞ്ഞ് 1447 ആയല്ലോ. അപ്പോൾ ഒരു 1100 വർഷം മുതൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ലോകത്ത് വന്ന ഖുലഫാഉർ റാഷിദുകൾ കഴിഞ്ഞ ഉത്തമരായ 3 നൂറ്റാണ്ടുകാർ കഴിഞ്ഞിട്ട് ലോകത്തുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സലഫി ഭരണകൂടം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സൗദി ഭരണകൂടമാണ്. ലാ യുജദു ദൗലത്തുൻ ബഅദൽ ഖുറൂനിൽ മുഫല്ലല, ഉത്തമരായ ആ 3 നൂറ്റാണ്ട് കഴിഞ്ഞാൽ ലോകത്ത് ഒരു രാജ്യവും ഒരു ഭരണകൂടവുമില്ല. നശറത്തി തൗഹീദ വൽ അഖീദത സലഫിയത, തൗഹീദിനെയും സലഫി ദഅവത്തും പ്രബോധനം ചെയ്തത് അഫ്ളല മിന സഊദിയ, സൗദിയിലേറെ ഉത്തമമായ ഒരു ഭരണകൂടത്തിന് പറയാനില്ല. സമ്പത്തുണ്ട്, അധികാരമുണ്ട്, സ്വാധീനമുണ്ട്, പക്ഷെ അതൊക്കെ മറ്റ് വഴികളിലേക്ക് ചെലവാക്കി അവർ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സഹായികളായി നിലനിന്ന ഒരു ഭരണകൂടമില്ല. അസ്സഊദിയത്തു ബിലാദുൽ ഹറമൈൻ, 2 ഹറമിൻ്റെ രാജ്യമാണ് സൗദിയ. വമഅ്റസു തൗഹീദ്, തൗഹീദിൻ്റെ അഭയകേന്ദ്രമാണ്. അള്ളാഹു അതിൻ്റെ പവിത്രമായ ഈ പ്രദേശങ്ങളെ സംരക്ഷിക്കാൻ ഇവരെ കയ്യിലേൽപ്പിച്ചു. അതിന് വേറെ ലോകത്തുള്ളവനെ ആരെങ്കിലും അസൂയ കാണിച്ചിട്ട് എന്താ കാര്യം? അവനതിന് പറ്റിയില്ല, അവരെ ഏൽപ്പിച്ചില്ല. എന്നെ നിങ്ങൾ രാജാക്കന്മാരാക്കി ഏൽപ്പിക്കുക? നമ്മളതിന് പറ്റാത്തത് കൊണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉത്തരം. അതാണ്
അതിന് മറ്റുള്ളവരോട് നമ്മൾ അസൂയ കാണിക്കാൻ പോയിട്ട് കാര്യമില്ല. വമുൻതലഖുദ്ദാവത്തി സലഫി പ്രബോധനം അത് രംഗത്ത് വന്നത് ആ പ്രദേശത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ അൽ ഇദാഉ ലിദ്ദൗലത്തി സഊദിയത്തി ഇദാഉ ലിദ്ദീൻ, ആ രാജ്യത്തിനോട് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ആരെങ്കിലും ശത്രുത കാണിക്കുന്നുണ്ടെങ്കിൽ അത് ദീനിനോടുള്ള ശത്രുതയാണ്. അവൻ യഥാർത്ഥ മുസ്ലിമാണ്, അവൻ മുവഹിദാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിന് പ്രത്യേകിച്ച് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. അല്ലാമ മുഹമ്മദ് ബിൻ ഹാദി അൽ മദ്ഖലി, മദീന ജാമിഅ ഇസ്ലാമിൽ ധാരാളം കാലം അധ്യാപകനായിരുന്ന ഷെയ്ഖ് ഷെയ്ഖ് ഹഫീളഹുല്ല പല സദസ്സുകളിൽ വെച്ചും പരസ്യമായിട്ട് വളരെ ആവേശത്തോടു കൂടെ പറയുന്ന ഈ പദ്യങ്ങൾ അതും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നുഹിബ്ബുക്കും ആല സഊദിൻ ദിയാനതൻ, സഊദി കുടുംബമേ, സൗദി ഭരണകൂടത്തിനും ആ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ നമ്മൾ നിങ്ങൾ സ്നേഹിക്കുന്നു. ദിയാനത്തൻ, നിങ്ങളുടെ സമ്പത്തും ഫണ്ടും കണ്ടിട്ടല്ല, അള്ളാഹുവിൻ്റെ ദീനാണത് എന്ന് വിശ്വസിച്ചുകൊണ്ട്. ലിമാലക്കും മിൻ സാബിഖിൻ മഹ്മൂദിൻ, ഏറ്റവും സ്തുത്യാർഹമായ സേവനങ്ങൾ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നിങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ. ലിനസ്വരിക്കും ഷെയ്ഖൽ ഇമാമ മുഹമ്മദൻ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി തൗഹീദുമായി വന്ന സമയത്ത് പല രാജ്യക്കാരും ഭരണാധികാരികളും അദ്ദേഹത്തിന് നാട്ടിൽ നിന്ന് പുറത്താക്കി സഹായിക്കാതെ കൈയൊഴിഞ്ഞപ്പോൾ ആ മഹാനായ പണ്ഡിതനെ, തൗഹീദിന്റെ വക്താവായ, ആ ദഅവത്ത് തൗഹീദിന്റെ മുജദ്ദിദായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി സഹായിച്ചു. നിങ്ങളുടെ പിതാവ് മുഹമ്മദ് ബിൻ സഊദ് റഹ്മഹുല്ലാ വദഅവതിഹി ഹത്താ അല തൗഹീദി വദഅവതുഹു ഹത്താ അല തൗഹീദ്, ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെയും അദ്ദേഹത്തിന്റെ പ്രബോധനത്തെയും നിങ്ങൾ സഹായിച്ചു. ഹത്താ അല തൗഹീദ്, തൗഹീദ് ഈ ലോകത്ത് അത് ഉയർന്ന് ആ ദഅവത്ത് ഈ ലോകത്ത് മികച്ചു നിൽക്കുന്നതുവരെ. ഫഅസ്ബഹതുൽ അൻസാറ ഹഖ്ഖൻ വഹുബ്ബുകും ദലീലുൻ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ കലിമത്ത് തൗഹീദുമായി ദഅവത്തുമായി ലോകത്ത് വന്നപ്പോൾ ആ റസൂലിനെ മദീനക്കാരായ അൻസാരികൾ സഹായിച്ചു. അവർ അൽ അൻസാർ എന്ന പേര് ലഭിച്ചതുപോലെ ആൽ സഊദ് കുടുംബമേ, നിങ്ങൾ അൻസാരികളാണ് യഥാർത്ഥത്തിൽ. വഹുബ്ബുക്കും, നിങ്ങൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് ദലീലുൻ അലാ മൻ ഇൻദഹു തൗഹീദു, ആ വ്യക്തിയുടെ അടുത്ത് തൗഹീദ് ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. സഊദി കുടുംബത്തിനെയും ആ രാജ്യത്തെയും അവരുടെ പണ്ഡിതന്മാരെയും അവിടുത്തെ സാധാരണക്കാരെയും ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് തൗഹീദുണ്ട്, ആ ആദർശത്തിനോട് അവന് ഇഷ്ടമുണ്ട് എന്നുള്ളതിൻ്റെ മേല് തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന പണ്ഡിതന്മാർ, അതുപോലത്തെ മരിച്ചുപോയ പണ്ഡിതന്മാർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ സംരക്ഷണം കൊണ്ട് അവരെയും നമ്മയും സംരക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്ന ആളുകൾ ഏത് ലോകത്ത് എവിടെയാണെങ്കിലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം കൊണ്ട്, ഹിഫ്ള് കൊണ്ട്, സംരക്ഷണം കൊണ്ട് അള്ളാഹു അവരെ ഏറ്റെടുക്കുമാറാവട്ടെ. അവരൊക്കെ നമുക്ക് കാണിച്ചു തന്ന് മുന്നോട്ട് പോകുന്ന, അവരെ മാതൃകയാക്കി അവരിൽ നിന്ന് സഹായങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സഹായികളും വക്താക്കളുമായി പോകാൻ സമ്പത്ത് ലഭിച്ച ആളുകൾ സമ്പത്ത് കൊണ്ടും, അധികാരം ലഭിച്ച ആളുകൾ അധികാരം കൊണ്ടും, അറിവ് ലഭിച്ച ആളുകൾ അറിവ് കൊണ്ട് തോളോട് തോൾ ചേർന്ന് ഒത്തൊരുമിച്ച് ഏകോദര സഹോദരന്മാരായി അള്ളാഹുവിൻ്റെ കലിമത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി ആദരിക്കുകയും ചെയ്യുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസല്ലം.